الجلالة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدوا بهديهم إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. الصلاة والسلام عليك يا سيدنا يا حبيبنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങയെ ഒരുമിച്ച് കൂടിയത് ഞങ്ങളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഞങ്ങളെല്ലാവരെയും ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാവിധങ്ങളായ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് കൊണ്ട് മാപ്പ് നൽകുമാറാകട്ടെ. നാഫിയായ ഇൽമ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ സയ്യിദുന മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പരിപാടിയംഗത്തെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട വിഷയ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടിന്ന് ദുനിയാവുടെ മുസീബത്തുകളും രോഗങ്ങളും ദാരിദ്ര്യങ്ങളും ടെൻഷനുകളും കടവും ഇതെല്ലാം ബറുമ്പൊത്തു ഏത് രീതിയിൽ അതിൽ ഞങ്ങൾക്ക് സഹിക്കുകയാവണോ ചൊല്ലതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടിന്ന് ഭൗതികമായ എല്ലാ വിഷമങ്ങളും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും എല്ലാം ശാശ്വത അല്ല. സുഖവും ദുഃഖവും എല്ലവും കഷ്ടവും സുഖവും ദാരിദ്ര്യവും സമ്പത്തും രോഗവും ആരോഗ്യവും ഏതും ദുനിയാവുള്ളത് ശാശ്വത അല്ല. വന്നുണ്ടും പോയുണ്ടും ഇക്കറ് ചിലപ്പോൾ കഷ്ടവും ചിലപ്പോൾ സുഖവും ചിലപ്പോൾ ആരോഗ്യവും ചിലപ്പോൾ അനാരോഗ്യവും ഇങ്ങനെ മിശ്രണ ഉള്ളെങ്കത്തെ ഒരു ജീവന ഇടിക്കട് ദുനിയാവുടെ ജീവിത ചൊല്ലതിനെ സംബന്ധിച്ച് ഞങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിലെല്ലാം പൽക്ക പറഞ്ഞിട്ടിന്ന
യഥാർത്ഥത്തിൽ സന്തോഷങ്ങൾ മാത്രമുള്ളെങ്കിലത്തെ ലോകം സ്വർഗവും ദുഃഖം മാത്രമുള്ളെങ്കിലത്തെ ലോക നരകവുമായിരിക്കും. അവിടെ സ്വർഗത്തിലെത്തിയെങ്കിൽ പിന്നീട് വിഷമിക്കുകയില്ല. നരകത്തിലെത്തിയെങ്കിൽ പിന്നീട് സമാധാനവും ഇല്ല. അള്ളാഹു ഞങ്ങളുടെ കുടുംബസമേത അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാരാകട്ടെ. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വിവരിച്ച് നാം തുടങ്ങി വെച്ച അതേ വിഷയത്തിൽ ബാക്കിയുള്ള ഇങ്ങനത്തെ ഒന്ന് രണ്ട് ഉപദേശങ്ങൾ ഉണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഏത് മനുഷ്യന്മാർക്കും ഒന്നല്ല ഒരു രീതിയിൽ ദുനിയാവിൽ ശത്രുക്കളിക്കിടാറ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ ലോകത്തെ ഏറ്റവും വലിയ പെർഫെക്റ്റായ വ്യക്തിത്വമാണ്. സൽ സ്വഭാവവും കാരുണ്യവും കിർഫവും ഏത് വിഷയത്തിലെടുത്തു നോക്കിയെങ്കിലും തങ്ങളെപ്പോലെ പെർഫെക്റ്റായ ഒരാൾ വേറെ ഇല്ല. അങ്ങനെ ഇന്നിട്ടും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക്ക് ശത്രുത്വ വെക്കിടങ്ങ ശത്രുത്വ വെച്ചാറ്. ഇത്രയും പെർഫെക്റ്റായ സൽസ്വഭാവം എന്നിട്ടും ശത്രുക്കളാവിടങ്ങ അങ്ങ് ശത്രുക്കളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലുക ശ്രമിച്ചാറ്. തങ്ങൾക്ക് വിരുദ്ധമായി യുദ്ധങ്ങൾ പ്രഖ്യാപിച്ചാറ്. തങ്ങളെ ഒട്ടിಗೆ ഇന്നങ്ങളെ കൊന്നാറ്. തങ്ങളെ കൊല്ലുക പല പ്രാവശ്യവും ട്രൈ ആക്കാറ്. തങ്ങൾക്ക് വിസയിട്ട് കൊടുത്താറ്. അങ്ങനെ എല്ലാ വിധത്തിലും ശത്രുക്കൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ അങ്ങനെ ശത്രുത്വത്തെ എങ്ങനെ തീർക്കുകയോടു ആ പക വീട്ടുകയോടു ചില നിലക്ക് ശ്രമിച്ച ചരിത്രങ്ങൾ നമുക്ക് കൊണ്ടുണ്ട്. അവിടെയെല്ലാം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരപരാധിയായിരിക്കരുത്. തങ്ങളിൽ യാതൊരു തപ്പുമില്ല. ശത്രുക്കൾ ഉപദ്രവിച്ചപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാഫ് കൊടുത്തെങ്കത്തെ ചരിത്രമേ ഉള്ളേ. ഇങ്ങനെയെല്ലാം ആയിട്ട് പോലും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങ് ശത്രുത്വ വെച്ചാറ്. അങ്ങനെ ഏതൊരു മനുഷ്യനും ഒന്നല്ല ഒരു രീതിയിൽ ശത്രുക്കൾ ഉണ്ടാവുക സാധ്യതയ്ക്ക്. ആ ശത്രുക്കളെ എപ്പോഴും നീ നിസ്സാരമായി കാണണ്ട. വലാ തുരിദിൽ അആദി ഖത്തു ദുല്ല ഫഇന്ന ശമാതതൽ അഅദാ ബലാഉ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ പ്രഗൽഭ സൽസ്വഭാവികളായ ഖലീഫന്മാരെ സമേത ശത്രുക്കൾ ചതിച്ചിട്ട് കൊന്നുകളഞ്ഞെങ്കത്തെ ചരിത്രങ്ങൾ ഞങ്ങളെല്ലാവരും കേട്ടത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എത്ര വലിയ സൽസ്വഭാവി, സൗമ്യ സ്വഭാവി, സരള സ്വഭാവി, പാവമായിട്ടിക്കട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുടെ ശത്രുക്കൾ വിട്ടില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ മിഹ്റാബിലിക്കുമ്പത്ത് ഇടിക്കട് കട്ടിട്ട് ബന്ത് മിഹ്റാബുൽ കയറിത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുടെ കുറ്റിയെ മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും കൽബിൽ പകവെക്കിടവണ ഇടിക്കലാണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു.
കൽബിൽ പല പക വെച്ചിട്ട് ആ പക വീട്ടുകുബേനായിട്ട് കാത്തോണ്ടിക്കിടങ്ങ എപ്പോഴും ഈമാനിന്നങ്ങായിട്ടിക്കോ സാധ്യമല്ല. ആണെങ്കും പെണ്ണായെങ്കും ഈമാനിന്നങ്ങ ആ പണിയാക്കില്ല. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്രയുള്ള ഉപദ്രവിച്ചങ്ങ പിന്നീട് ഇസ്ലാം സ്വീകരിക്കൂ വന്നില്ലേ. ഉഹദ് യുദ്ധത്തിൽ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുടെ ക്രൂരമായി ഹംസ റളിയല്ലാഹു അൻഹുടെ ക്രൂരമായി വധിക്കൂ എല്ലാ നിലക്കും പ്രചോദന കൊടുത്തെങ്കത്തെ ഹിന്ദു ചൊല്ല പെണ്ണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ ഇസ്ലാം സ്വീകരിക്കൂ വന്നപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അതൊക്കെ പണ്ടത്തെ പക വെച്ചിട്ട് നിൽക്കൊന്നും ഇസ്ലാമില്ല, സ്വർഗ്ഗമില്ല ചെന്ന് ഓടുവാട്ടിത്ത ഇല്ല. ഹംസ റളിയല്ലാഹു അൻഹു ക്രൂരമായി വധിച്ചിട്ട് ആ ഷറഫാകപ്പെട്ട ആ ഷഹീദായി കിടക്കിടങ്കത്തെ ശരീരത്തെ ചിന്ന ഭിന്നമാക്കിയെങ്കത്തെ വഹ്ശി ചൊല്ലെങ്കത്തെ മനുഷ്യൻ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചിട്ട് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മാഫ് കൊടുത്തു. വഹ്ശി ചൊല്ലെങ്കത്തെ ആ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ കാണുമ്പോഴെല്ലാം ആ ഉഹദ് യുദ്ധത്തിൽ തൻ്റെ പിരിസപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുടെ ക്രൂരമായി വധിച്ചെങ്കത്തെ ആ രംഗ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ കണ്ണെടുത്തിങ്ങനെ കണ്ട പോലെ ഇയാളെ കാണുമ്പോഴത് നെനപ്പാവുള്ളൂ. എന്നിട്ട് പോലും ആ വഹ്ശി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മാഫ് കൊടുത്തു. അങ്ങനെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അതിലൂടെ നമുക്ക് പഠിപ്പാടിങ്കത്തെ മെസ്സേജ് എന്തിനെങ്കിൽ മുഅ്മിൻ പക പിടിക്കില്ല, മുഅ്മിനത്ത് പക വെക്കില്ല. സംഭവിക്കുന്ന സമയത്ത് അത് സംഭവിച്ച് അതിൻ്റെ പേരിൽ പക വെച്ചതെക്കൽ ഇല്ല. ആയെങ്കും ഒരു ശത്രു കൊണ്ടിക്കുമ്പോൾ ആ ശത്രുക്കളെ സംബന്ധിച്ച് എപ്പോഴും ജാഗ്രതയിലിക്കണോ ചൊല്ലതേടിക്കട് സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ചൊല്ലി. കാരണം ഫഇന്ന ശമാതതൽ അഅദാ ബലാഉ, ശത്രു സന്തോഷിക്കടേ ചൊല്ലത് വലിയ അപകടമായിട്ടിക്കർ. ശത്രു സന്തോഷിക്കടെപ്പ നമുക്ക് എന്തെങ്കിലും ആഫത്തായെങ്കിലേ ശത്രു കൊശയാവിടെ. അവ ശത്രു എപ്പോഴും നമുക്ക് ആഫത്താവുക കാത്തോണ്ടേക്കൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്നെങ്കിലും ഞങ്ങളൊട്ടിക്കുമേ ചോറുണ്ടോടെ ഒരേ ടേബിളിൽ ചോറുണ്ടങ്ങായെങ്കും ഒരേ സ്കൂൾ കോളേജിൽ പഠിக்கிறങ്ങായെങ്കിലും ഒരേ മോത്ത് ജോബാക്കിടങ്ങായെങ്കും ശത്രുവാണെങ്കിൽ ആ ശത്രു എപ്പോഴും ഞങ്ങൾക്ക് അപകടപണ്ടതിരെ കാത്തോണ്ടും ഞങ്ങൾക്ക് അപകടം പറയുമ്പോൾ സന്തോഷിച്ചോണ്ടും മിക്കറ്. അതുകൊണ്ട് ശത്രുക്കളെ സംബന്ധിച്ച് നീനെപ്പോഴും നിസ്സാരനായി കരുതണ്ട. ശത്രുക്കളെ സംബന്ധിച്ച് നീനെപ്പോഴും ക്യാറില്ലാത്തവനാവണ്ട. നീ എപ്പോഴും ശത്രുക്കളെ സംബന്ധിച്ച് വലിയ ജാഗ്രത ഉള്ളെങ്കത്തവളാവണോ. ഇല്ലാത്തങ്ങനെ വെറുതെ ശത്രുക്കളാക്കി വെക്കും തീറ. തെല്ലെന്ദ്രമാപ്രവ കാണുമ്പോൾ അങ്ങനെ അങ്ങനെ ശത്രു ചെന്നിട്ടു ശത്രു മനോഭാവത്തോട് കാണുകയും തീരാം. പരിശുദ്ധമായ ഖുർആൻ ഞങ്ങളൊട്ടിക്ക് ചൊന്നില്ലേ, നിന്റെ ശത്രു നീ മാഫ് കൊടു, നീക്ക് ഉപദ്രാക്കെങ്കെത്തെങ്കിൽ നീ മാഫ് കൊടു, നിന്റെ ഒട്ടിಗೆ അർസ വെച്ച് തെച്ചെങ്കിൽ നീನು മാഫ് കൊടു. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പുറ ഉപദ്രാക്കെങ്കിൽ നീ അപ്പുറക്ക് ഉപകാരാക്ക് ഉപദ്രാക്കണ്ട. അങ്ങനെ നീನು ഒരു ശത്രുവായി നിങ്ങളെ ഉപദ്രവിക്കലെങ്കത്തെ മനുഷ്യരെ പോലും നിങ്ങൾ അപ്പുറത്തേക്ക് നന്മ മാത്രമേ നിങ്ങൾ ആക്കിയാറുണ്ട് കണ്ടെങ്കിൽ ആ ശത്രു നിങ്ങളെ ഏറ്റവും പിരിസപ്പെട്ട മിത്രനായി മാറുക ചാൻസ് ഉണ്ടുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഞങ്ങളൊട്ടിಗೆ ചൊല്ലും. ഏതൊരു ശത്രുവാണെങ്കിലും ഏതൊരു പകകാരനാണെങ്കിലും ഞങ്ങളെ സൽസ്വഭാവം കൊണ്ട് അങ്ങനെ നമുക്ക് ബദലാവനാക്കുക സാധ്യ. അങ്ങനെ ചെന്നിട്ട് ശത്രുടെ ക്യാരില്ലാണ്ട് ജീവിക്കണോണ്ടുമല്ല. ഖുദിൽ അഫ്വ
വഅ്മുർ ബിൽ ഉർഫി വഅഅരിദ് അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്വ, നിങ്ങൾ ഏത് വിഷയത്തിലും മാഫ് കൊടുക്കണമെങ്കിൽ സമ്പ്രദായ നിങ്ങൾ കെട്ടിപ്പിടിച്ചോളൂ. മാഫ് കൊടുത്തെങ്കിൽ ಏನೋರ್ಕದ್ರೆ എടുത്തു ചൊല്ലുകില്ല. പണ്ടൊരുക്ക നിങ്ങൾ എന്തിനാ മാപ്പന്തരാക്കിയാറ്, പിന്നെ മാഫ് കേട്ടാറ്, നിങ്ങൾ മാഫ് കൊടുത്താറ്, പിന്നെ അതിനങ്ങനെ മനസ്സിൽ വെച്ചിട്ട് പിന്നെ കുറേ സമയമായാൽ പിന്നെ നീ എന്തായാലും പണ്ട് നക്കങ്ങനെ ആക്കിയാലല്ലേ ചൊന്തു, അതിനെങ്ങനെ മനസ്സിൽ വെച്ച് നടക്കണ്ട. മാഫാക്കിയെങ്കിൽ മാഫ് തീന്തു. എന്തായാലും ഇങ്ങനത്തെ ഒരു ഉപദ്രവം ഉണ്ടായെങ്കിലത്തെ ഒരു ശത്രു ആവുമ്പത്തിൽ ജാഗ്രതയിൽ ജീവിക്കൂ നോക്കൂ. അതുകൊണ്ടിട്ട് അങ്ങലത്തെ ശത്രുത്വവും പകയും വെക്കുന്നുണ്ട്, അതിലർത്ഥമല്ല. ഖുദിൽ അഫ്വ, ഏത് വിഷയത്തിലും നിങ്ങൾ മാഫ് കൊടുക്കണമെങ്കിൽ സമ്പ്രദായം നിങ്ങൾ കെട്ടിപ്പിടിച്ചോളൂ. വഅ്മുർ ബിൽ ഉർഫ്, അതേപോലെ നല്ലത് നിങ്ങൾ പഠിപ്പാട്ടു. നല്ലത് നിങ്ങൾ പഠിപ്പാടുമ്പത്തു ആ നല്ലതന കാരണത്താൽ അങ്ങൊരു പക്ഷേ ബദലാവുകയും സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നന്മ നിങ്ങൾ പഠിപ്പാട്ടു. ഏത് വിഷയം നോക്കിയെങ്കിലും നല്ലതേ നിങ്ങൾ പഠിപ്പാടണം. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ നിങ്ങളൊട്ടിക്ക് ചൊല്ലൂ. വഅഅരിദ് അനിൽ ജാഹിലീൻ, വഅഅരിദ് അനിൽ ജാഹിലീൻ. ജാഹിലീങ്ങളെ തൊട്ടു നിങ്ങൾ തിരിഞ്ഞു കളയൊരു. ജാഹിലീങ്ങളെ വിഷയത്തിൽ നിങ്ങൾ വല്ല ടെൻഷനാക്കൊന്നും പോകണ്ട. കാരണം ജാഹിലീങ്ങൾ തെരിയാണ്ട് പലതും മാക്കിടാറ്. അതൊരു വിഷയത്തിൽ നിങ്ങൾ വലിയ ടെൻഷനാക്കിക്കൊണ്ടും അതൊരു വിഷയത്തിൽ വലിയ തലവെച്ചാക്കിക്കൊണ്ടും അതൊന്നും നിങ്ങൾ മൈൻഡാക്കിക്കൊണ്ടിരിക്കണമെന്നും വേണ്ട. അത് വിട്ടുവിടും. അങ്ങ് പിടിയില്ല, അങ്ങ് പല പണിയും മാക്കിടാറ്. കുറേ നാളാകുമ്പത്തു ಅಂಕೆ ಬೋಧೋದಯ ಬಂಡು ನಾನು ಹಾಕಿದ ಸಮಲ್ಲಾಂಡು പിന്നെ മെല്ലെ ബണ്ട് ആറും പിടിയില്ലാത്തപ്പോൾ വന്ന് മാപ്പാക്കർ ഉസ്താദ് അങ്ങനെയെല്ലാം ആയിപ്പോയിട്ട് എന്താക്കണേ മനസ്സിൽ വെക്കണ്ട അണച്ചൊന്ന് മെല്ലെ ശുദ്ധില്ലാണ്ട് വന്ന് മാഫ് കേട്ട് പോണ്ടാറ്. ചിലപ്പോൾ അങ്ങനത്തെ ഉപദ്രവത്തുകളിലെ വലിയ നേതൃത്വം കൊടുത്ത് ലീഡർഷിപ്പ് എടുത്തിട്ട് ബല പണിയെടുത്തെങ്കിൽ താളിട്ടിക്കോ. പക്ഷേ ഈ മനുഷ്യരെ പെരുവത്തിൽ തുള്ളി കളിച്ചെല്ലാം അവിടെ കരഞ്ഞില്ല. ഈ മനുഷ്യമെല്ലാം വന്ന് മാഫ് കേട്ട് പോകണം. എത്രമാ അനുഭവം നൊക്കെ ഉണ്ട്. ഞങ്ങളെ ഈ പരിസരങ്ങളിൽ എന്തെല്ലാം അങ്ങനത്തെ കിതാപത്തി ആക്കിയങ്ങ് മെല്ലെ ബന്ധം മാഫ് കേട്ട് പോകേണ്ടതെല്ലാം കാണാം. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ ആക്കിടാറ് ചെന്നെങ്കിൽ ഖുദിൽ അഫ്വ, ഞങ്ങൾ മാഫ് കൊടുത്തെങ്കിൽ മാഫ് കൊടുത്ത നല്ലത് പഠിപ്പാട്ടിയ അങ്ങ് ആക്കടെ പണിക്ക് ഞങ്ങൾ മൈൻഡ് ആക്കോ പോയില്ലെങ്കിൽ ഞങ്ങളെ മനസ്സ് ചേഞ്ച് ആവിടല്ലേ, അങ്ങ് പിടിയാവുള്ളൂ. ഞങ്ങൾ സമയമില്ല ചൊന്ന്. പരിശുദ്ധമായ ഖുർആൻ ഞങ്ങളൊട്ടിക്ക് പിന്നെയും ചൊല്ലു. വല തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നല്ലതും ബെടക്കും രണ്ടും ഒരുപോലെ ആവിടാ. നല്ലത് നല്ലതേ ബെടക്ക്. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദ അല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നിങ്ങൾക്കാരെങ്കിലും ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ അതേ രീതിയിൽ പെറു നിങ്ങൾ ഉപദ്രവക്ക് പോവണ്ട. ഒരു പള്ളിയിൽ കുറേ വർഷക്കാലം 10-50 വർഷ ഖത്തീബായിട്ടിന്ന ഒരു ഉസ്താദ്, ആറായത്തെ പേരും അഡ്രസ്സും ഞാനെന്ന് ചൊല്ല ഉദ്ദേശിക്കില്ല, നിങ്ങൾക്ക് പിടിയാവും. അയാൾ 10-50 വർഷ ഖത്തീബായിട്ടിന്ന ഉസ്താദ്, ആ ജമാഅത്തുബീനായി ഒരുപാട് കഷ്ടപ്പെട്ടെങ്കത്തെ ഉസ്താദ്. പക്ഷേ ആ ഉസ്താദ് കുറേ ശത്രുക്കളുള്ളാറും. ഞാനോടന്നാലിങ്ങനെ പള്ളിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉസ്താദ് ഇങ്ങനെ ജുമാ കഴിഞ്ഞിട്ടിങ്ങനെ കുറേ നല്ല വിഷയങ്ങളല്ല ചൊന്നിട്ടിങ്ങനെ ബുൽപുട്ട് കൊണ്ടുണ്ടു. ನಾನು കുറേ ವರ್ಷ ജമാഅത്തിಗೆ ಬಂತು. ഇപ്പം നക്കും പ്രായമായി കൊണ്ട് ಬಂತು. ಇಂಡೋ ನಾಲಮಾನಂಗ ಮರಿಕಿಡ ಚೊಲ್ಲೆ ವಿಷಯ ಚೊಲ್ಲುಮತ್ತು ಅಲ್ಲಿಗೆ ಬುಲ್ಪು ಬಂತು. അങ്ങനെ ബുൽപുട്ടു. പിന്നെ കുറേ വിഷയമെല്ലാം ചൊന്നോണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ മൂലൽ രണ്ട് വയസ്സിനെ ചിരി മൈമാനിപ്പാട്ടൊരു ഉണ്ട്. ഇവിടെ പള്ളിയിലെ എതിരിലെ ഒരു സൈഡിൽ വെച്ചിട്ട് ചൊന്നോണ്ടുള്ള ആൾ.
ആ ഉസ്താദിലെ ഏജിലെത്രമേ വയസ്സ് ഇങ്കുമുണ്ട് ഇങ്ങും ചൊമ്മ വയസ്സിലങ്ങ് ആയാലും വയസ്സിലേ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ നാമെല്ലാം കേട്ടല്ല ഉസ്താദ് ഏതൊരു പള്ളിയിലും ഒരു ഉസ്താദ് വാൽ ചൊല്ലുമ്പോൾ അഞ്ഞമേ എതിരു ചൊല്ലിങ്ങനെ ചൊല്ലെങ്കെത്തി ഞാൻ കണ്ടിട്ടിക്കല ഇങ്ങെന്തൊരു കൗമുഭാവം ഇത്. അപ്പം നിങ്ങത് കണ്ടിട്ടൊന്നും മുണ്ടില്ലല്ലേ, നിങ്ങൾ കാണാത്തവരെ ആക്കാറല്ലേ? സുബ്ഹാനല്ലാ ചൊന്നപ്പ ആ ഉസ്താദ് ചൊന്തു അല്ല മോനെ നായി കടിച്ചിട്ട് ചൊന്ന് നായുടെ പിറവ് കടിക്കുക അവിടാണ്ട്. നായി കടിച്ചിട്ട് ചൊന്ന് നായുടെ പിറവ് കടിക്കാവില്ലല്ലേ? അപ്പോ അങ്ങനെ ആക്കിടാറ് ചൊന്തു അതേ ശൈലിയിൽ പെറുന്ന് ആക്കുതീറ. ജോയിൻറ്റ് ഫാമിലി എല്ലാമത്തു പ്രത്യേകിച്ച് ഔത്തുൽ കുറേ കുടുംബങ്ങളിക്കട് ഏതെങ്കിലും ഊർ പെണ്ണിയുടെ സ്വഭാവത്തര സമയുന്നില്ലെങ്കിൽ ബാക്കിന്ന പെണ്ണിങ്ങ സഹിക്കേണ്ടി പണ്ട് അല്ല ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കണം. സഹിക്കണു, ദുനിയാവല്ലേ. സഹിച്ചെങ്കിൽ വലിയ മഹത്വങ്ങളും പ്രതിഫലങ്ങളും കിട്ടും, സഹിച്ചില്ലെങ്കിൽ എന്തും കിട്ടില്ല. അപ്പം ഞങ്ങമേ സഹിച്ചുകൊണ്ടിരിക്കണം എല്ലാ ടൈമിലും ഒക്കൂ. ഞങ്ങമേ സ്വർഗത്ത് പോകണുണ്ടായെങ്കിൽ അപ്പോൾ ഇവിടെ ഇത് അഹ്സൻ നേരക്കാരടങ്ങ ഞങ്ങൾക്ക് ഉപദ്രാക്കിടാറ് ഞങ്ങൾ തിരിച്ചിട്ടവർ ഉപദ്രാക്കു എത്തിയറ ഞങ്ങൾക്ക് ഉപകാരാക്കണം. ഏതൊരു ആളും ഞങ്ങൾക്ക് ഉപദ്രവിക്കുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചിട്ട് ഉപദ്രാക്കടല്ല ഉപകാരാക്കണം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ. സുൽത്താനുൽ ഉലമായ ഉസ്താദെല്ലാം ചൊല്ലി കേട്ടിക്കുവാറും ശത്രുക്കൾ ഞങ്ങൾക്ക് എരിഞ്ഞെങ്കത്തെ കല്ലുകൊണ്ട് ഞങ്ങൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയാണ്ട് ചെന്നെങ്കിൽ അങ്ങ് കല്ലെറിഞ്ഞുകൊണ്ട് ഇന്നാരും നിങ്ങൾ മൈൻഡാക്കില്ല. ഞങ്ങൾ ഇങ്ങനെ ദീനീ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോൽ പോയാൽ ഇപ്പം അങ്ങ് പോലും അത്ഭുതപ്പെട്ടു പോകേണ്ട പ്രവർത്തനങ്ങളാണ് ദുനിയാവുൽ ഷെയ്ഖുന ഉസ്താദ് അവർകൾ നടത്തിക്കൊണ്ടുള്ള. അള്ളാഹു ഉസ്താദ് ദീർഘായുസ് നൽകുമാരാകട്ടെ, ആഫിയത്ത് നൽകുമാരാകട്ടെ. ഞങ്ങൾ എപ്പോഴും ഏത് വിഷയത്തും ഞങ്ങൾക്ക് ഉപദ്രാക്കെങ്കിൽ തിരിച്ചിട്ട് അതേ സ്റ്റൈലിൽ ഉപദ്രാക്കുന്നതിന് ബദലായിട്ട് നന്മകൾ ചെയ്യാം. അങ്ങനെ ചെയ്തെങ്കിൽ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവ നിങ്ങൾക്കും അങ്ങലെയും ഇടയിൽ ശത്രുത്വമില്ലെങ്കത്തെ ആൽമാറായിട്ടിന്നെങ്കിൽ ആ മനുഷ്യന് നിങ്ങൾ നന്മകൾ മാത്രമേ ആക്കിയെങ്കിൽ കഅന്നഹു വലിയുൻ ഹമീം അങ്ങനത്തെ മനുഷ്യന്മാർ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് ആവുക ചാൻസ് ഉണ്ടു. നിങ്ങളെ നന്മ കാരണത്താൽ നിങ്ങളെ സ്വഭാവങ്ങൾ ചേഞ്ച് ആവുക ചാൻസ് ഉണ്ടു. നിങ്ങൾ ആക്കണെങ്കത്തെ ഉപകാര കണ്ടെത്ത് അങ്ങനെ മനസ്സ് ബദലാവനാവുക ചാൻസ് ഉണ്ടു. കണ്ടെങ്കാറും നിരിച്ചു പോവാറ് ഈ മനുഷ്യ മുന്നോൽ നിങ്ങളെ ശത്രുവായിട്ട് തിന്നിട്ട് ആറും ബേരിക്കല അത്തരം മുട്ടത്തെ ഫ്രണ്ടാവുകയും അത്ര ഇഷ്ടപ്പെട്ട ആളാവുകയും കാരണമാവോട് എന്താക്കിയെങ്കിൽ അങ്ങ് ഉപദ്രാക്കിയപ്പം നിങ്ങൾ പെരു ഉപദ്രാക്കാണ്ട് ഉപകാരാക്കിയെങ്കിൽ അതെല്ലാം നടക്കുന്ന വിഷയമാണ്. നടക്കുന്ന വിഷയമേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കളെ എതിർ അത്രയും വലിയ വിജയ നേടുകയുള്ള കാരണമേ അതല്ലേ. ശത്രുക്കൾ പരാജയപ്പെടുകയുള്ള കാരണം എന്തിരെ അങ്ങ് ശത്രുത്വം മാത്രമാക്കിയാറ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുത്താക്കിയിട്ടില്ല, പിന്നെ മിത്രത്വമായിട്ട് ഏത് ശത്രുവാണെങ്കിലും എന്ത് ഉപദ്രാക്കിയെങ്കിലും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നന്മയുമേ കൊടുത്തു. കൊല്ലുക ബന്ധങ്ങ സമയത്ത് മനസ്സ് ബദലാവാനായി പോയത്. യുദ്ധത്തിൽ കിട്ടിയെങ്കത്തെ ഒരാളെ കൊമ്പത്ത് അറസ്റ്റാക്കിത്ത് മദീനത്തെ പള്ളിയുടെ കമ്പത്ത് കെട്ടിട്ട് വെച്ചിട്ടിന്ത് ഇസ്ലാമിയുടെ വൈരിയും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈരിയും സ്വഹാബത്തുടെ വൈരിയുമായിട്ട് ഇന്ന് ആ മനുഷ്യരെ കമ്പത്ത് കെട്ടിട്ട് വെച്ചിട്ട് വേന്മായ ഫുഡും തന്നെയെല്ലാം കൊടുത്തു അയാളെ ജയിലിൽ ബന്ധനസ്ഥാനാക്കി വെച്ചിട്ട് ഇന്നപ്പോൾ പിന്നീട് അദ്ദേഹത്തെ കെട്ടുകിൽ ചെയ്ത് പോർ നിങ്ങളുടെ റായത്തിന് ചൊന്ന് കടത്തുമ്പയിൽ പോണ്ടില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം സ്വീകരിച്ചിട്ട് എൻ്റെ മനസ്സ് ബദലാവാനായി പോയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരാളുടെ ശത്രുത്വ വെച്ചല്ലേ ചൊന്ന് ഖേദിച്ചു പോയിട്ട് ഞാൻ ഇങ്ങനെ ആക്കിയത് തപ്പി പോയിട്ട് റബ്ബേ നക്ക് പിടിയില്ലെന്തല്ലേ ചൊന്ന് അയാൾ വീർച്ചിട്ട് പരിശുദ്ധമായ ഇസ്ലാം അദ്ദേഹം സ്വീകരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ആറിട്ടുകയും ഞങ്ങൾക്കിപ്പറ ഉപദ്രാക്കണമെങ്കിൽ അപ്പുറം നന്മകൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്തു കൊടുത്തെങ്കിൽ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവ
കഅന്നഹു വലിയ്യുൻ ഹമീം. പരിശുദ്ധമായ ഖുർആൻ ചൊല്ലു, അങ്ങനെ നിങ്ങളുടെ ഉറ്റമിത്രന്മാർ നിങ്ങൾക്ക് ഏറ്റവും പിരിസപ്പെട്ടെങ്കിൽ ആൽമാറായിട്ട് മാറാറ്. സൂറത്ത് ഫുസ്സിലത്ത് 34 ആയത്തേക്ക് ഞാനിപ്പോൾ ചൊന്നെ. അപ്പൊ ശത്രുക്കളെ മിത്രന്മാരാക്കുക ശ്രമിക്കണോണ്ടല്ലാണ്ട് ശത്രുക്കളെ ശത്രുക്കളായിട്ടേ വെച്ചിട്ട് പകകാരന്മാരായി ജീവിക്കണോണ്ടല്ല ഈ ചൊന്നതിരർത്ഥ. അതേ സമയത്ത് ശത്രുക്കളെ ജാഗ്രതയിൽ വേണു. കാരണം ഫൈന്ന ശമാതല്ല അദാബലാഉ. ശത്രു സന്തോഷിക്കടെ ചൊല്ലത് വലിയ അപകടൽ. ബഹുമാനപ്പെട്ട സയ്യിദുനാ നബിയുല്ലാഹി റൂഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി ഇസ്ലാമിയുടെ വധിക്കുകയായി ഈസ നബി അലൈഹി ഇസ്ലാമിയുടെ കാട്ടിക്കൊടുത്തത് ഈസ നബി അലൈഹി ഇസ്ലാമിയുടെ സ്റ്റുഡൻറ്റുമാരിൽപ്പെട്ട ഒരാളെയായിട്ട് ചരിത്രത്തിൽ കേട്ടില്ലേ? 6 കെങ്കിരട്ടെ പോയിട്ട് ഈസ നബി അലൈഹി ഇസ്ലാമോട് നടത്തിക്കൊണ്ടുള്ളത് പ്രബോധന അല്ല. ഈസ നബി അലൈഹി ഇസ്ലാമോട് നടത്തിക്കൊണ്ടുള്ളത് അള്ളാഹുബേനായിട്ട് ആൾമാർ ആഹ്വാനാക്കടല്ല. ഈസ നബി അലൈഹി ഇസ്ലാമോട് നല്ല വിഷയമൊന്നും പഠിപ്പാട്ടല്ല. ഈസ നബി അലൈഹി ഇസ്ലാമോട് ജനങ്ങളെ നന്നാക്കട റായ നന്നാക്കട പണിയാക്കടല്ല. പിന്നെന്തരേ ഈസ നബി അലൈഹി ഇസ്ലാം റായത്തങ്ങളെല്ലാം ഒട്ടാക്കിത്ത് ഈസ നബിയുടെ കിങ്കാവുകയായിട്ട് ശ്രമിച്ചുകൊണ്ടുണ്ടു. നിങ്ങൾ കിങ്കല്ലേ, നിങ്ങളെ ബൽച്ച് കീഴിലിട്ടിട്ട് ഞാൻ അയലേ കിങ്കാവുക ഭർത്തായോണ്ടുണ്ടു ചൊന്തു. രാജാവുടെ മുട്ടയില്ലാത്ത കളവ് ചൊന്നത്തു. അത് അർസനെത്തിക്കേരിയ രാജാവായിട്ട് ഈസ നബി അലൈഹി ഇസ്ലാമിയുടെ കൊല്ലുവേനായിട്ട് ഭർത്താവിടെ. അങ്ങനെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ എരഷ്ടാങ്കിത് കൊമ്പോക ഭർത്താവുമ്പോ ഈസ നബി ആറ് ചൊന്തു കാട്ടിക്കൊടുത്തത് ഈ ശത്രുവായ ശിഷ്യനായിട്ടെന്ത്. ആ ശിഷ്യൻ വന്ന് ഇതാണ് ഈസ നബി അലൈഹി സ്വലാം ചൊന്ന് കാട്ടിക്കൊടുത്തു. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാമിയുടെ ദൂരത്തിൽ നിന്നെടുത്ത് ശത്രുക്കൾ നോക്കിത്ത് നോട്ടാക്കി പോയാറ്. പിന്നീട് എരഷ്ടാക്കി കൊമ്പോക പ്ലാനിട്ടാറ്. പിന്നീട് ഈസ നബി അലൈഹി സ്വലാമിയുടെ എരഷ്ടാക്കുവേനായി പറയുമ്പോ ഈസ നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു ആകാശത്ത് ഉയർത്തിയ ഈ ശത്രുവായ ശിഷ്യക്ക് ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ രൂപത്തെ അല്ലാഹു ഇട്ടുകൊടുത്ത ഞങ്ങളുടെ സ്റ്റോറി പിടിയുണ്ടല്ലോ. വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ രൂപത്തിലുള്ളെങ്കത്തെ ആ മനുഷ്യരായിട്ട് അങ്ങ് യഹൂദിങ്ങ കൊമ്പയത്ത് കൊന്നരെ കൈകാലുകളിൽ ആണിയടിച്ച് തൂക്കി വെച്ചിട്ട് നിങ്ങൾ കണ്ടാറല്ലേ? അതേ ഈസ നബി അലൈഹി ഇസ്ലാം അല്ല. അപ്പം പിന്നെ ഒരു ഡൗട്ടിക്കോ, ഈസ നബി അലൈഹി ഇസ്ലാമിൻ്റെ രൂപം ഇട്ട് കൊടുത്തരല്ലേ? അവ ഈസ നബി അലൈഹി ഇസ്ലാം ഈ രൂപത്തിൽ ഇന്നെ മാണ്ടു. അതിപ്പോൾ നമുക്ക് ചൊല്ല സാധ്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങ ഓരോ രൂപം ആക്കി വന്നരല്ലേ. അങ്ങനെ ദേവർ ചൊന്തു ഏതെല്ലാം കോലത്തിലാക്കിയാണ് വന്നിടാറ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഫോട്ടോയിലുണ്ട് മേരി അല്ലേ? മേരി ചെന്നിട്ട് അങ്ങനെ ദേവരുടെ ഫോട്ടോയെല്ലാം കണ്ടല്ലോ അവിടെ. മേരി ചെന്നെങ്കാറ് മറിയം ബീവി. അപ്പം ഇത് മറിയം ബീവിയുടെ ഫോട്ടോമാ. ഓരോ ഫോട്ടോയിൽ വേറെ വേറെ സ്റ്റൈലിൽ അങ്ങ് ചന്താക്കി വെച്ചിരിക്കാറ്. അത് കാലക്രമേണ എന്തെല്ലാം സംഭവിച്ചിരിക്കും അല്ലാഹു ആലം. ഏതായാലും ഈസ നബി അലൈഹി ഇസ്ലാമിയുടെ കൊല്ലുകേനായിട്ട് വിട്ടുകൊടുത്ത് കാട്ടിക്കൊടുത്തരാറ് കൊന്നിട്ടില്ല, പക്ഷെ കൊല്ലുകേനായി കാട്ടിക്കൊടുത്തരെ സ്വന്തം ശിഷ്യൻ. അങ്ങനെ ശത്രുക്കളായിട്ട് ഇന്നങ്ങനെ ശത്രുവായിട്ട് കണ്ടെത്ത് അങ്ങനൊട്ടിക്ക് പകവെച്ചിട്ട് ശത്രുടെ പോലെമേ നോക്കുന്നുണ്ട് പരിശുദ്ധമായ ഇസ്ലാം ചൊന്നരല്ല. പിന്നെ ശത്രു ഞങ്ങൾക്ക് ഉപദ്രാക്കുമ്പോ തിരിച്ച് നന്മമേ ചെയ്യും. അപ്പൊ ആ മനുഷ്യരെ ശത്രുത്വം ഇല്ലാണ്ടാവും. ആ മനുഷ്യൻ മിത്രനായി മൺ. അതേ സമയത്ത് ശത്രു ഉണ്ടാകുമ്പോ മിത്രനായി ബണ്ടെതിരെ ഇടക്ക് എപ്പോഴും ശത്രു ഞങ്ങൾക്ക് എന്ത് ആഫത്തും ബർപ്പാട്ടുക ശ്രമിക്കുക ചാൻസ് ഉണ്ട്. ആ സമയത്ത് ജാഗ്രതയിൽ വേണം. വലാ തർജു സമാഹത മിൻ ബഖീലി ഫമാ ഫിന്നാരി ലിൽളംആനി മാഊ. പരിശുദ്ധമായ ഇസ്ലാം ഞങ്ങളൊട്ടിക്ക് ദാനധർമ്മത്തിന് വലിയ പ്രേരണ തന്നെങ്കത്തെ മതമാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പെണ്ണിങ്ങളൊട്ടിക്ക് പ്രത്യേകമായി ചൊന്ന വാക്യം അതേ ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ.
എന്തും നിങ്ങളയിൽ കൊടുക്കുന്നില്ലെങ്കിൽ ഒരു തെല്ല് ഈത്ത വലത്തെ വീസ് കൊടുത്തിട്ടെങ്കിലും നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക നോക്കുറൂ. യാ നിസാ അൽ മുഅ്മിനീന തസദ്ദഖന, ഓ മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളെ, മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളെ, അല്ലെങ്കിൽ മുഅ്മിനീങ്ങളെ പെഞ്ഞായിമാരെ, തസദ്ദഖന, നിങ്ങൾ സദഖ കൊടുക്കുറൂ, നിങ്ങൾ ദാനധർമ്മ കൊടുക്കുറൂ. കാരണം ആ നരകത്തിൽ കൂടുതലും കണ്ടത് പെണ്ണുങ്ങളെ ഞാൻ യാറ് നരകത്തിൽ കണ്ടത്. അതുകൊണ്ട് തസദ്ദഖന, നിങ്ങൾ ദാനധർമ്മ യാറ് കൊടുക്കുറുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്തു. അപ്പ ലുബ്ധത ചൊല്ലത്, കഞ്ചൂസതന ചൊല്ലത് വലിയ മുസീബത്ത്. ഒരു മനുഷ്യൻ ഒരു ദാനധർമ്മ കൊടുക്കുവേനായി ഭർത്താവുടെങ്കിൽ ആ ദാനധർമ്മ കൊടുക്കുകൊടെങ്കെത്താൽ കണ്ണിടമെന്നോളൂ ശൈത്താൻ ഒരുപാട് ദാരിദ്ര്യത്തെ ഡോറ് തുറന്ന് കാട്ടുറാ. ഉദാഹരണത്തിന് 4 കേസിൽ 1000 രൂപ പൈസ ഉണ്ട്. ആ 1000 രൂപയ്ക്കുമ്പത്തേക്ക് ഇട്ടിക്കിട്ട് ഒരാൾക്ക് ഞങ്ങൾ ദാനധർമ്മ കൊടുക്കുക 100 രൂപ കൊടുക്കുക. ഒരു സ്വലാത്ത് മജ്ലിസുക, ഒരു പള്ളിക, ഒരു സംസ്ഥക, ഒരു പാവപ്പെട്ട ആൾക്ക് ഒരു 100 രൂപ കൊടുക്കുക ചൊന്തെങ്കിലും ഈസൊക്കെ ഇടുമ്പത്തു അപ്പം മനസ്സിൽ ആലോചന പണ്ട് ഒരു 100 രൂപ ലിക്കട് പിന്നെ 4 ഗ്യാസ് റൂമ്പെന്തെങ്കിലും കൊടുക്കുക വേണ്ടേ? മക്കൾക്ക് വേണ്ടി ആകുമ്പോൾ സ്നാക്സ് അതൊക്കെ വേണം അവിടെ അല്ലേ? പിന്നെ ഇങ്ങനെ വേറെ 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 കാരണങ്ങൾ ഉറക്കത്തേക്ക് ഞങ്ങൾക്ക് നനപ്പ് വേണം. അപ്പം പിന്നെ എന്താക്കുന്നുണ്ടെങ്കിൽ പിന്നെ അറണ്ട 1 രൂപ ഉണ്ടാ 2 രൂപ ഉണ്ടാണ്ട് ഈ കേസ് അഞ്ഞെല്ലാം തേടിത്ത് നല്ല കൊടുക്കുക. അതെന്തുകൊണ്ട് അങ്ങനെ ആവിടു ചെന്നെങ്കിൽ അത് ശൈത്താനെ ഇടിക്കട. ആ സമയത്ത് എല്ലാം ഒട്ടും നനപ്പാക്കടേ കൊടുക്കണ്ട കൊടുക്കണ്ട കൊടുക്കണ്ട, ഇത്രയുള്ള അകറ്റുണ്ട് നിനക്ക്, ഇതിപ്പോൾ കൊടുത്ത് തീർത്ത് നീ പിന്നെ ഇവിടേക്ക് പോണ്ടേ, ഇനിയിപ്പോൾ നിനക്ക് പൈസ കിട്ടുക എത്ര നാളുണ്ടു, ഇങ്ങനെ ആലോചന വേണം. പെണ്ണിങ്ങായും പിന്നെ വിഷയം കേൾക്കണ്ട. അപ്പൊ അങ്ങനെ ശൈത്താൻ ആ സമയത്ത് ആലോചന വിട്ടുതണ്ടെങ്കിലത്തെ ഒരു പണിയെടുക്കട. അപ്പൊ എന്തിനാക്കണു, നീന് ദാനധർമ്മ കൊടുക്കുക ഉദ്ദേശിച്ചെങ്കിൽ അതിന് നീ ലേറ്റാക്കണ്ട. ഉദ്ദേശിച്ച പടക്ക കൊടുന്നില്ല, തെല്ല് ലേറ്റാക്കിയും പിന്നെ നിന്റെ കൊടുക്കുക അത് വിടില്ല. അത് പിന്നെ കുറെ ആലോചനയുള്ള പണ്ട്, കുറെ നനപ്പുള്ള പണ്ട്, പിന്നെ വേണ്ടാട്ടാവും. അപ്പൊ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ചൊല്ലേ, നിങ്ങൾക്ക് കുറെ വേണ്ടപ്പെട്ടെങ്ക നിങ്ങൾ മുട്ടത്തിലിക്കുവാർ, ആളിൽ കുറെ പൈസ ലിക്കൂ, ആ ഭയങ്കര ബിസിനസ് ആയിട്ടിക്കുവാറും, അങ്ങ് വലിയ കോട്യാധിപത്യങ്ങായിട്ടിക്കുവാറും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ധാരാളം ശമ്പളം ഉള്ളെങ്കിൽ താൽമാരായിട്ടിക്കുവാറും, അല്ലെങ്കിൽ കുഞ്ഞപ്പണ മോണു, മാമിര മോണു, ഇലവണ്ട മക്ക, മൂത്തോണ്ട മക്ക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഗൾഫുകളിൽ പോയിട്ടുള്ള ഉഷാറാവത്ത് ചിലപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്കൊരു ആലോചന പറലുണ്ടേനെ, എത്ര പൈസ നയിക്കറ അയങ്ങിണ്ട് തോലു, നിങ്ങൾക്ക് എന്നെ പേനാട്ട് കേട്ടണ അങ്ങനെ ചൊല്ലല്ലേ. പിന്നെ ഗൾഫിടെ വന്നാ പോയാ എന്തെല്ലാം കാർബാർ കാട്ടിയ, അവിടെ വിളിച്ച പോയ പെഞ്ഞായി ഉടേ ചുറ്റുവാട്ടിയ, എത്ര ഡ്രസ്സുണ്ട്, പിന്നെ പിന്നെ ഡ്രസ്സ് കൊടുന്ന ഒന്നും നിങ്ങൾക്ക് പേനാണ്ട് ഒരു പലക്കത്തുക ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് എന്ത് കുറേ ആയിട്ടില്ല ആയെങ്കും ഒരു പലക്കത്തുക കേൾക്കലേ നിങ്ങൾക്ക് വേണ്ടേ, പിന്നെ നിങ്ങൾ എന്ത് ആശപ്പെട്ടി ബൃദ്ധ ചൊല്ല ഉൽഗത്തിൽ അങ്ങ് തന്നിരകാവാത്ത തന്നിട്ടില്ല ചൊല്ല അർത്ഥമുണ്ട്, അതിലെടുക്ക് ചൊല്ലും ഞങ്ങൾക്ക് എന്ത് ബേനായിട്ടല്ല, ബേനായിട്ടല്ല പിന്നെ നിങ്ങൾ എന്തെങ്കിലും കൂടെ ടെൻഷനാക്കി ആരേലാ യന്ത്രമാ ഉണ്ടു ചൊന്നിട്ടു അത് കിട്ടില്ല ചൊല്ലെങ്കത്തെ, അങ്ങ് തന്നില്ല ചൊല്ലെങ്കത്തെ ആലോചനയിൽ ടെൻഷനാക്കിയിട്ട് ഇങ്ങനെ പൽക്ക് പറഞ്ഞോടിക്കടെ പെറോത്തു. കുടുംബത്തിലുള്ള യാറല്ലേ ഇത്, 6 വയസ്സുണ്ടു, 6 നീച്ചുകൊണ്ടുള്ളാറ്, 6 ബാർ കാട്ടിയുള്ളാറ് ചെന്നിട്ട് ഞങ്ങളുടെ വെറുതെ പൽക്ക് പറഞ്ഞോണ്ടും ടെൻഷനാക്കിക്കൊണ്ടും ദൂരിയോണ്ടും പറഞ്ഞോണ്ടും തമാശാക്കിക്കൊണ്ടും. അപ്പൊ അതിന് ഞങ്ങൾ ആശപ്പെടണ്ട. കഞ്ചൂസായ മനുഷ്യൻ നിങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും തറുവാ ചൊന്ന് നീ ആഗ്രഹിക്കണമേ വേണ്ട. കാരണം തീരെ ഉൽഗത്തിൽ പോയിട്ട് നിങ്ങൾ തന്നി ഉണ്ടാച്ചൊന്ന് താകായോണ് അറണ്ടെങ്കിൽ തേടിയെങ്കിൽ ഈ തീരുൽഗത്തിൽ തന്നി കിട്ടാ. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു കേൾക്കുക, തീയിൽ തന്നില്ലല്ലേ, തന്നിന്നെങ്കിൽ പിന്നെ അവിടെ തീ പിടിക്കില്ലല്ലോ. ഇതുപോലെ തീയിൽ തന്നി കിട്ടല ചൊല്ലത് അസാധ്യമായ വിഷയല്ലേ, തന്നി കിട്ടു ചൊല്ലത്. ഇതുപോലെ ഇട്ടിക്കിട് കഞ്ചൂസായ ആൽമാരിൽ നിന്ന് നിങ്ങൾക്ക് വീണായത് കിട്ടേ ചൊല്ലത് അസാധ്യ, ചാൻസ് ഇല്ല. നിങ്ങൾ വെറുതെ ആശപ്പെട്ട് കുറകണ്ട.
കഞ്ചൂസ് എന്തെങ്കിലും തറുവാച്ചൊന്തു നിങ്ങൾ എന്താക്കണ്ട കാത്തോണ്ടിക്കണ്ട. നിങ്ങളയിൽ എന്തിലുണ്ട് അതിനെ കൊടുക്കൂ തീർറ കൊടുക്കൂ, ഇന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കൂ. ബാക്കി നിങ്ങളിൽ അതുണ്ട് ഇതുണ്ട് ചൊന്തു നിങ്ങൾ അതിലെല്ലാം ആശപ്പെട്ടിട്ട് ടെൻഷനാക്കി ജീവിക്കണ്ട. وَرِزْقُكَ لَيْسَ يَنْقُصُهُ التَّأَنِّي وَلَيْسَ يَزِيدُ فِي الرِّزْقِ الْعَنَاءُ. റിസ്ക് തൻ്റെതാറ് അല്ലാഹു സുബ്ഹാനഹു വ തആല. റബ്ബു സുബ്ഹാനഹു വ തആല ഇടിക്കടി റിസ്ക് തൻ്റെ. നീനോട് എന്ത് അടിമേലാക്കിയെങ്കിലും റിസ്ക് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും റിസ്ക് തൻ്റെ ഉണാറ് അല്ലാഹു അല്ലേ. തൻ്റെ ഊണും തടയുടെ ഊണും അല്ലാഹു. ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. 5 വക്ത് നിസ്കാര കഴിഞ്ഞാൽ പിന്നെയും ഞങ്ങത് ചൊല്ല. എന്തികത് ചൊല്ല്? ഞങ്ങളെ ഈമാനും ഞങ്ങളെ വിശ്വാസവും എല്ലാം ഗട്ടിയാക്കുവാനായിട്ട് ചൊല്ല്. അല്ലാഹു അല്ലാണ്ട് തണ്ടവണമില്ല തടയണവണമില്ല. അല്ല തടഞ്ഞെങ്കിൽ അതിനെ തറുക ആർക്കും സാധ്യയില്ല. അല്ല തണ്ടെങ്കിൽ അതിനെ തടയുകും ആർക്കും സാധ്യയില്ല. തണ്ടെതിരെ തടയുകുമാവില്ല, തടഞ്ഞെതിരെ തറുകുമാവില്ല. അപ്പൊ തണ്ടവണും തടയിടവണും ആറ്? അല്ലാഹു. പിന്നെന്ത് ടെൻഷൻ അവിടെ? നീക്കോ പോകണ്ടേ, പെങ്ക് പഠിക്കോ പോവണ്ടേ, ബിസിനസ് നടത്തണ്ടേ, എല്ലാം ആക്കണു. പക്ഷേ റിസ്ക് തൻ്റെ ഉണാറ് അല്ലാ. ഒരാളെല്ലാ തിങ്ങലിലും പ്രതി തിങ്ങലിലും തിങ്ങൽ എണ്ടായോണ്ട് വരുമ്പത്തു തിങ്ങൽ ഒരു 20 താരീഖായിട്ട് 30 ഇടലുള്ളെങ്കത്തെ തിങ്ങൽ ഇങ്ങനെ എണ്ടായി വരുമ്പത്തു ആരട്ടം പോയിട്ട് ഒരു 5,000 കടുണ്ടാ കേക്ക്. എല്ലാവരുടെയും കേട്ട് അതിനെ കേട്ടിട്ട് പിന്നെ പ്രചാരം എത്തി എല്ലാവരുടെയും കട കേക്കടേ ബാവാ. പിന്നെ ആറും ഇയാളുടെ മുട്ട വെറുപ്പേക്ക. കാരണം ഇയാൾ കട കേൾക്കുന്നുണ്ട്. ആണ് നാനാളെ സംബന്ധിച്ച് ഇയാൾ ഇത്ര കഷ്ടപ്പാടിലുള്ളേച്ചൊന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അയാൾക്ക് തിങ്ങൾക്ക് 1 ലാഖ് ശമ്പളമുണ്ട്. എത്ര ശമ്പളമുണ്ട്? 1 ലാഖ്. ഒരു പാവപ്പെട്ട ഉസ്താദ്മാർ 7-8 ഉസ്താദ്മാരെ ശമ്പളം ഒർത്തവനെ ഇയൽനേക്ക്. ചില പള്ളിയിലുള്ള ശമ്പളം ഭയങ്കര കുറവടി. അത്ര ചെറിയ വലിയ ശമ്പളം എന്നിട്ട് തിങ്ങൾ ഉണ്ടായോണ്ട് വരുമ്പോൾ 20 താരീഖിൽ പിന്നെ അയലിൽ 1 രൂപയില്ല. അയാൾ കട കേൾക്കും. അങ്ങനെ ആരെങ്കിലും കട കൊടുത്തെങ്കിൽ തിങ്ങലിൽ ഫസ്റ്റ് ആകുമ്പത്തു 5 താരീഖെല്ലാം ശമ്പളം വന്നെങ്കിൽ ആ എടുത്ത കടലിൽ കൊടുക്കുള്ളൂ. പിന്നെ അയാൾക്ക് കൊടുക്കൂ ഇന്നെല്ലാം കൊടുക്കുള്ളൂ. ചിലവാക്കണ ഇതെല്ലാം ആക്കട്. പിന്നെയും 20 താരീഖാകുമ്പത്തു പിന്നെയും കടത്ത് വീനായിട്ട് നടക്കും. അങ്ങനെ ലൈഫിലീ കടം, ലൈഫിലീ കട. ഞാനപ്പം ഇങ്ങനെ ചിന്തിച്ചു പോയ അതിലിപ്പുറത്തെ സൈഡിൽ നോക്കിയെങ്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പാട് രംഗത്തെ ഈ ലോകത്തുള്ള എത്ര വലിയ പണക്കാരനാണെങ്കിലും എത്ര വലിയ ബിസിനസ്മാൻ ആയെങ്കിലും അങ്ങ് അല്ലാഹ് ചൊല്ലു പഠിപ്പാട്ടി, അങ്ങ് നിസ്കരിക്കൂ പഠിപ്പാട്ടി, അങ്ങ് നോമ്പ് പിടിക്കൂ പഠിപ്പാട്ടി, ഹജ്ജി ആക്കൂ പഠിപ്പാട്ടി, അങ്ങ് അള്ളാഹുടെയും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ് 6 ചൊന്ത് ഗുർത്താക്കി കൊടുത്തെങ്കത്തെ ഉസ്താദ് ചിലപ്പോൾ തിങ്ങൾക്ക് 10,000, 12,000, 13,000 ശമ്പളം. അയലാരട്ടി കട കേൾക്കലില്ല, അയൽ കടത്തിൽ മുങ്ങലില്ല. സുബ്ഹാനല്ലാഹ്. പൈസ കൊണ്ടായിട്ടിക്കട് ഞങ്ങളെ റിസ്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ നെയ്ക്കണെങ്കത്തെ നെയ്പ്പ് കൊണ്ടും സമ്പത്ത് കൊണ്ടാണ് ഇവിടുത്തെ റിസ്ക് ഉണ്ടായിട്ടിരുന്നെങ്കിൽ 13,000 ശമ്പളം എന്ന ഉസ്താദ് എങ്ങനെ ജീവിക്കടേ? 1 ലാഖ് എന്ന ശമ്പളം എന്നെങ്കിൽ എങ്ങനെ നട്ടം തിരേ? നിങ്ങൾക്ക് അർത്ഥാവില്ലേ? പിന്നെന്ത് നിങ്ങൾ അതിരെ മേലിൽ ടെൻഷനാക്കടേ? നയിക്കടങ്ങ് നയിച്ചുകൊണ്ട് വേണു, ബിസിനസ് ആക്കണമെങ്കിൽ ബിസിനസ് ആയതുകൊണ്ട് വേണു, നല്ല നല്ല ജോബുകൾ തേടുന്നു, നല്ല നല്ല വിഷയങ്ങളെല്ലാം പഠിച്ചിട്ട് വലിയ ഉഷാറാവണു, ഉന്നതിക്കെത്തുന്നു, എല്ലാം സമ. പക്ഷേ നാനയിച്ച് സമ്പാദിക്കുന്നത് കൊണ്ടാണ് നിന്റെ ജീവിതം പോണ്ടേ ചൊല്ലെങ്കത്തെ ഉടക് ഞങ്ങളുടെ വിശ്വാസ താന്നു പോകുത്തീറാ. നിന്റെ ബിസിനസ് കൊണ്ടാണ് നിന്റെ ജീവിതം മുന്നിൽ പോയോണ്ടുള്ളേ. നിന്റെ ബിസിനസ് കൊണ്ടേ ഇടിക്കരുത് നിന്റെ വെഞ്ഞ മക്കൾ നാ ബലിച്ചുകൊണ്ടുള്ളേ. നിന്റെ സമ്പത്ത് കൊണ്ടേ ഇടിക്കരുത് ഞങ്ങൾ റിസ്ക് കൂടെ നടന്നുകൊണ്ടുള്ളേ ചൊല്ലെങ്കത്തെ ആലോചനക്ക് മുഅ്മിൻ എത്തുകുത്തീറ. അങ്ങനെ എത്തിയാറുണ്ട് കണ്ടെങ്കിൽ ഓ നിന്റെ റിസ്കിൽ നീ നോക്ക, നീ നയിച്ചിട്ട് എത്ര ഇവിടെ ചെയ്യിക്കണമെന്നാ നോക്കണേ. അങ്ങനെ മാത്രമല്ല തീരുമാനിച്ചെങ്കിൽ എന്താവും?
അപ്പൊ ചെറിയ ശമ്പളമാ വലിയ ശമ്പളമാ, ചെറിയ ബിസിനസ്സാ വലിയ ബിസിനസ്സാ ചൊല്ലതെന്തും കൂടെ കണക്കുകയില്ല. റിസ്ക് തന്റെ ഊണ് അല്ലാ. ഏതൊരു മനുഷ്യരെയും ഏതൊരു പ്രാണിയുടെയും ഏതൊരു ജീവിയുടെയും എല്ലാരെയും റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിട്ടൈര്. ഞങ്ങളെ ഉമ്മ ഞങ്ങളെ പ്രസവിക്കുന്നതുക്ക് മുന്നോലെ ഞാൻ എത്ര വർഷം കൂടെ ജീവിക്കട ചൊല്ലതും, എത്ര നാണ് റിസ്ക് കൂടെ ഞാൻ യൂസ് ആക്കട, എൻ്റെ ഈ ദുനിയാവിടെ ജീവിതത്തിൽ എത്ര അഗത്യമുണ്ടോ അത് എല്ലവും കണക്കാക്കി തീർമാനിച്ച് എഴുതി രേഖപ്പെടുത്തിയിട്ട് എത്വനായോടെ എത്തിത്ത് എത്വാട്ടനായോടെ എത്വാട്ടിട്ട് അതിലെ സ്വറല്ല തീർന്നിരും. പിന്നെന്തിവാവിടെ ടെൻഷനാക്കി മരിക്കടേ. നിങ്ങൾക്ക് അകപ്പ ആവണം, എങ്ങനത്തെ അക ആവണം, ഏറായത്തിൽ നിങ്ങൾ അകാക്കിടാറ്, ആ ഔത്തുൽഗത്തെ സൗകര്യങ്ങൾ എങ്ങനെ, എത്ര ക്വിൻ്റൽ അരി നിങ്ങൾ ജീവിതത്തിൽ തിണ്ട് തീർക്കിടാറ്, എത്ര പൊറോട്ട നിങ്ങൾ മുളുങ്ങിടാറ്, എത്ര ശവമ നിങ്ങൾ തിന്നിടാറ്, എത്ര കോലി നിങ്ങൾ മുളുങ്ങിടാറ്, എല്ലാ വിഷയങ്ങളും അല്ലാഹു തീർമാനിച്ചിട്ടൈറ്. അകല്ല 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 ടെൻഷനാക്കി ആക്കിയിട്ട് ഷുഗറും BP-യും എല്ലാം സ്റ്റാർട്ടായാൽ പിന്നെ ഇടിക്കട ആകായ ആ ഒത്തിരി പേട്ടത്തിൽ ബെഡ്റൂമിൽ ഉറങ്ങുക വെച്ചെങ്കിൽ ഉറക്ക വേണ്ടില്ല, ഇവിടെ ഉഷാറില്ല. നല്ലൊരു ആക ഫസ്റ്റ് കെട്ടുകയത്ത് ഭയങ്കര ഐഷാറാമി ആക കെട്ടിട്ടായെങ്കിലും ആ ഉത്തുൽഗത്തിൽ നെമ്മതില്ല. മാപ്പിള സമില്ല, മാപ്പിള അടിക്കറ്, മാപ്പിള കുത്തുറു, അല്ലെങ്കിൽ മക്ക സമില്ല, ബുദ്ധി സമില്ല, മർമോൺ സമില്ല, മോൾ മങ്ങിലായവർ ബന്ധിച്ചൊരാള് ഇങ്ങനെ മോൺ പോയിട്ടവിടെ ഗൾഫിൽ ബാക്കിയാണ് നല്ല ജോബിന്നപ്പ ആക എല്ലാം കെട്ടിട്ട് അകോക്കോലാക്കിയിട്ട് പോയിട്ടാമോടെ ജോബ് അവിടെ പോയിട്ട് സ്വറ നഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ സ്വറ തേടിയിട്ട് ഒരു വർഷത്തെ അവിടെ തിരിച്ച് ബാക്കിയിടാ. ഈ ടെൻഷൻ നിങ്ങന്തിരി നെരിച്ചിറാറ് ഒരാകായ സാത്ത് സ്വർഗബല ജീവിക്കുക അവളുണ്ടാ ഇല്ല. ഏതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കി ഇങ്ങത്തെ സമയത്ത് എല്ലാം പണ്ട് റബ്ബിടട്ടിക്കൊന്ന് പൽക്ക് പറഞ്ഞുകൊണ്ടിരിക്കണു, അള്ളാഹുടെ ദ്വാരന്നുകൊണ്ടിരിക്കണു, അള്ളാഹുടെ ആൽമാറാവുക ശ്രമിക്കണു. അത് വിട്ടിട്ട് റിസ്ക് ഞങ്ങളെ അധ്വാനം കൊണ്ടു, ഞങ്ങളെ കഷ്ടപ്പാട് കൊണ്ടു, ഞങ്ങളുടെ വില പഠിച്ചതുകൊണ്ടു, നാ വില ഡിഗ്രികൾ സമ്പാദിച്ചത് കൊണ്ടല്ല നിന്റെ റിസ്ക് കൂടെ നടക്കണേ. റിസ്ക് തൻ്റെ ഗുണം അല്ലാ. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലി ലറസഖകും കമാ യർസുഖു الطير يغدو خماصا وتروح بطانا كما قال رسول الله صلى الله عليه وسلم. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, നിങ്ങൾക്ക് അല്ലാഹുടെ ടിക തവക്കുലാക്കണായത് എങ്ങനെ ചൊന്തു നിങ്ങൾക്ക് പിടിയില്ല. നിങ്ങൾ തവക്കുലാക്കണായ രീതിയിൽ അല്ലാഹുടെ ടിക മാത്രം തവക്കുലാക്കിയിട്ട് ഇന്നിരെങ്കിൽ ലറസഖകും കമാ യർസുഖു الطير, പക്ഷിങ്ങൾക്ക് റിസ്ക് കൊടുക്കുന്നത് പോലെ അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് തരാത്താണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു എക്സാമ്പിൾ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു. സുബൈകഞ്ചിത്ത് കാലിബൈത്തിൽ പാരി പോണ്ട പക്ഷി വയർ നിറച്ചിട്ടേ അതിലെ കൂടുകൊണ്ട് പൈച്ചിട്ട് മരിച്ചിട്ട് ചുന്തൂർ പക്ഷിയും നിങ്ങൾക്ക് ചൊല്ലോ സാധ്യയില്ല. അതിലെ ഭയത്തിൽ നിറക്കുബേന്മാ എത്ര ഫുഡ് എത്ര ചിലപ്പോൾ നങ്ങ തിന്നിട്ട് ബിരിക്കി പോണ്ടെങ്കിൽ എത്ര 10 ചോറ് ഇടിക്കൂ, അതതിലെ വയർ നിറക്ക്. അതൊക്കെ ബിരിയാണിയും കിട്ടു, അതൊക്കെ ടിക്കവും കിട്ടു, അതൊക്കെ ഷവർമ്മയും കിട്ടു, അതൊക്കെ എല്ലാം കിട്ടു. ഇന്നൊരേ ഒരു പക്ഷി എഞ്ചിനീയർ ആയിട്ടില്ല, ഇന്നൊരേ ഒരു പക്ഷി ഡോക്ടർ ആയിട്ടില്ല, ഇന്നൊരേ ഒരു പക്ഷി ഏതെങ്കിലും ബിസിനസ് നടത്തിയിട്ടില്ല, ഇന്നൊരേ ഒരു പക്ഷി കുടുംബത്തെ വലുതുകുബേനായിട്ട് അധ്വാനിക്കണെങ്കത്തെ സ്വർത്തുക്ക് പോയിട്ടില്ല. സുബൈകഞ്ചിത്ത് അല്ലാഹുടെ തസ്ബീഹ് ചൊന്നുത്തു. ലഖദ് ഹതഫതു ഫീ ജുൻഹി ലൈലിൻ ഹമാമതു. അതേ മനുഷ്യൻ എനിക്കെടുക്കുമെന്നോലെ പക്ഷികൾ എനിക്ക് അല്ലാഹുള്ള തസ്ബീഹ് തുടങ്ങിയിട്ട് എന്നിട്ടതാ സുബൈകഞ്ചിത്ത് കഥേ ഇന്നലെ തിന്നെങ്കത്തെ ആഹാരങ്ങൾ പാനീയങ്ങൾ അത് സമ്പൂർണമായും ജീർണ ആയിട്ട് സുബൈനിക്കൊമ്പ് പൈക്കിട് ആ പസിയോടുകൂടെ ആ പക്ഷിങ്ങനെ പാരി പോണ്ടു. നന്റെ റിസ്ക് എവിടെ ഉണ്ടു ചൊല്ലതൊക്കെ പിടിയില്ല. ഞാൻ നിന്റെ എന്തിരെ തിന്നുകൊണ്ടു ചൊല്ലതിരെ സംബന്ധിച്ചതൊക്കെ ബോധയില്ല. നിന്റെ ആഹാരം എവിടെ എരിഞ്ഞിട്ടുണ്ടു ചൊല്ലതിരെ സംബന്ധിച്ചാറും അതൊക്കെ തെരിപ്പാണ്ടി കൊടുക്കലില്ല.
സുബഹി ഗണിച്ചെങ്കിൽ അതേ പസിയുള്ളെങ്കറ്റ ബയറോടുകൂടെ പാരിമൂണെങ്കറ്റ പക്ഷികൾ നല്ല വിഭവ സമൃദ്ധമായ ആഹാരങ്ങൾ നാലു ഭാഗത്തിലും അതൊക്കെ കിട്ട് തെല്ലനാറാമ്പത് ബയറുന്നോറോടിയാകിട്ടതിരെ ഗൂടു തിരിച്ചു പണ്ട്. ഇത് അല്ലാഹുടെ തവക്കുലാക്കെതിരെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതുപോലെ മനുഷ്യന്മാരാകുന്ന നിങ്ങളുടെ റബ്ബുടറ്റിയെ കറക്റ്റായിട്ടുമുള്ള വിശ്വാസവും തവക്കുലും എന്നിരെങ്കിൽ ലറസഖക്കും കമാ യർസുഖുത് ത്വയ്ർ, പക്ഷിക്ക് ആഹാരം കൊടുക്കുന്നത് പോലെ, പക്ഷിക്ക് പാനീയം കൊടുക്കുന്നത് പോലെ, പക്ഷിക്ക് റിസ്ക് കൊടുക്കുന്നത് പോലെ അല്ലാഹു നിങ്ങൾക്കും റിസ്ക് തരാത്ത. ഞങ്ങൾ ഓടി 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 കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് അബ്ബ ചൊല്ലൂ മക്കളൊട്ടിಗೆ ഉമ്മ ചൊല്ലൂ മക്കളൊട്ടിಗೆ പടി 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 നിനക്ക് അതാവണ്ടേ ഇതാവണ്ടേ, അപ്പുറത്തെ പോക്കറാക്കടെ മോണ് നോക്കൂ, പഠിച്ചിട്ട് ഭയങ്കര ഡിഗ്രി എടുത്തിട്ട് ഇപ്പം കാണില്ലേ ഗൾഫിൽ ലാക്കണക്കിൽ ശമ്പളം ഉണ്ടു, അവൻ വന്ന അകകെട്ടിയ വാഹനം എടുത്താ, അപ്പുറത്തെ പക്കെടുത്താ, ഇപ്പുറത്തെ ഫ്ലാറ്റ് എടുത്താ, നീനിങ്ങനെ മേടിച്ചിട്ട് മൊബൈൽ നോക്കി ഉദ്ദേശിച്ചെന്താ അബ്ബ കിരിക്കിരിയാക്കിട് ഉമ്മ കിരിക്കിരിയാക്കിട്, ഇങ്ങനെ ചരിപ്പിരി കിരിക്കിരി കേട്ട് 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 പഠിച്ച് 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 പഠിച്ചിട്ട് അബ്ബമ്മയുടെ ആസെന്തരെ റിസ്ക്, അബ്ബമ്മയുടെ ആസെന്തരെ റിസ്ക്. ನಾನು ಹೇಳ್ತೆ ಮಕ್ಕಳು ಪಡಿಪಾಡನ್ನ ನಾನು ಚೊಲ್ಲಲ್ಲ, ಪಡಿಪಾಡರು ಹಂಗೆ ಚೊಲ್ಲನಾಯ ರೀತಿಯಲ್ಲಿ ಚೊಲ್ಲರು, ಕಿರಿಕಿರಿ ಅವಳ ಸ್ಟೈಲ್ ಹಾಕಂಡ ಹಂಗೆ ಅರ್ಥ ಅವಳ ಶೈಲಿನೇ ಚೊಲ್ಲರು. ನಾ ಚೊಲ್ಲ ಇದ್ರೆಲ್ಲത്തെ ಉದ್ದೇಶ ಎಂದರೆ റിസ്ക്. മരിക്കലോട് തോൽത്തെ ആഹാര പാനീയം മുടങ്ങിപ്പോവണ്ട ചൊല്ലെ പേടി, തിന്നുകില്ലാണ്ട് മരിച്ചു പോവാ ചൊല്ലെ പേടി, അകയില്ലാണ്ട് തെരുൾ കിടക്കേണ്ടി വരുവാ ചൊല്ലെ പേടി അല്ലേ. അത്രമേൽ ഈ റിസ്ക് കൊണ്ടുള്ള ഉദ്ദേശം വേറെന്തരേ? ഒരുപാട് സമ്പാദിച്ചിട്ട് ആ സമ്പത്തിന് മരിക്കുമ്പോൾ കൊമ്പോക ആർക്കും സാധ്യയില്ലല്ലോ. പിന്നെന്തുകൊണ്ട് ഈ ലക്ഷക്കണക്കിൽ സമ്പാദ്യത്തെ കണ്ണെടുത്തുൾ കണ്ടെത്ത് ആശപ്പെട്ടിട്ട് ഞങ്ങളുടെ ടെൻഷനാക്കിയിട്ട് മക്കളെ ടെൻഷനാക്കുവാടിത്ത്, എന്നിട്ട് അവനൊക്കെ പാസ്സായ നല്ല ഡിഗ്രി മാർക്കെല്ലാം കിട്ടിത്ത് ആ റാഹത്തോടെ ഒർത്തിങ്ങലൗത്തത് ഇക്കടെ പോവാ ഇത്ര നാല് കിരിക്കിരി കിരിക്കിരി കിരി കേട്ടിട്ട് പഠിച്ചിട്ട് അല്ലാ സമ വർക്കില്ല തല പിറാന്താക്കിയിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ ഡിഗ്രി എല്ലാം ഇത്ത് ബന്നെ ഇങ്ങനെ ഒരു തിങ്കൾ എൻ്റെ കൈക്കാൽ നീട്ടിത് ഇക്കടെ ചൊല്ലുമ്പോൾ അബ്ബമ്മ പൊഡ ഗൾഫ് പോലാ ബാംഗ്ലൂർ പോലാ അവിടെ പോലാ ഇവിടെ പോലാ ചൊന്ത് അഞ്ഞ അങ്ങനെ പോയാൽ അവിടെ തേടി ഇവിടെ തേടി ചെന്നിട്ട് പോണ്ടേ എങ്ങനെങ്കിലും ആക്കിയിട്ട് പാർവാട്ടിയാർ സൗദി. എന്താവശ്യത്ത്? റിസ്ക് മാത്രം ഉദ്ദേശം അല്ലേ. അല്ലാണ്ട് നിങ്ങൾ ചൊല്ലൂർ വേറെ എന്താവശ്യത്ത്? ഞങ്ങളുടെ ഇവിടെ ജീവന നല്ല നിൽക്കുന്നു ചൊല്ല ഒരേ ഉദ്ദേശമല്ലേ. ഞങ്ങൾ ഐഷാറാമി ജീവന വേണു ചൊല്ലെങ്കത്തെ ആശയല്ലേ. ആരാരെ കണ്ടിട്ടാമോ ഞങ്ങൾക്ക് കുറെ 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 ആശ മനസ്സ് വന്നത് കൊണ്ടല്ലേ. നല്ല അക വേണു, നല്ല വാഹന വേണു, നല്ല ഡ്രസ്സ് വേണു, എല്ലാം വേണു. പക്ഷേ റിസ്ക് തന്നെ ഊണ് അല്ലാഹോ. ആ വിശ്വാസം ഇന്നെങ്കിൽ അല്ല നമുക്ക് എത്തുവാട്ടല്ല. എന്നൊരാളിൽ നല്ല മൊബൈൽ കാണുമ്പോൾ നമുക്ക് നല്ല ആശയാവും അല്ലേ. തൻ്റെ ഉണാറ് അല്ലാഹ്. എന്നൊരാൾ നല്ല ഡ്രസ്സ് ഇട്ട് കാണുമ്പോൾ നമുക്ക് ആശയാവും. പെണ്ണിങ് ആണെങ്കിൽ ബാക്കി എന്തെങ്കിലും ബംഗാറ് കാണുമ്പോൾ അങ്ങനെ ഡയമണ്ട് നല്ല മാല കാണുമ്പോൾ ആശയാവിടും ആശയാവിടും അല്ലേ. തൻ്റെ ഉണാറ് മാപ്പിളമാ തൻ്റെ ഉണല്ലോ. നിങ്ങൾ മാപ്പിള കിരിക്കിരിയാക്കിയിട്ട് അയാൾക്ക് എന്ത് ഷുഗർ ബി പി എല്ലാം ആക്കുവാട്ടാറ്. തൻ്റെ ഉണാറ് അല്ല. അപ്പം അല്ല ചുണ്ട് അങ്ങനെ മുണ്ട തീക്കണം ഉസ്താദ്, മുണ്ട തീക്കണ്ട, അത് വേറെ വിഷയം. നയിക്കണു, പഠിക്കണു, ബിസിനസ് ആക്കണു, എല്ലാം ആക്കണം. പക്ഷെ തൻ്റെ ഊണ് അല്ലാ ചൊല്ലിയ വിശ്വാസം മറന്നിട്ട് നിങ്ങൾ ഈ പണിക്ക് പോയെങ്കിൽ ഇതിൽ കിട്ടിയ ലക്ഷക്കണക്കിൽ സമ്പാദ്യം കൊണ്ട് നിങ്ങൾക്ക് എന്ത് മണ്ണുമാക്കുകയല്ലേ. ലോണിൻ്റെ മേൽ ലോണ്, കടത്തെ മേൽ കട, ലാസ്റ്റ് റായപ്പെട്ട് കൊണ്ടാറ് അല്ലേ. എത്ര ലോണാക്കിടാറ്, എത്ര എത്ര സമ്പാദിക്കട്. അബ്ബക്ക് നല്ല നെയ്പ്പുണ്ടു, മക്ക നല്ല നെയ്പ്പുണ്ടു, മറുമക്ക നല്ല നെയ്പ്പുണ്ടു, എന്നിട്ടൊരു ഫ്ലാറ്റ് എടുത്തിട്ട് മാത്രം 50 ലാക്ക് 1 കോടി ലോൺ എടുത്തിട്ട് എന്നിട്ട് തിങ്ങൽ കെട്ടി 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 പിറാന്തായി ആ എടുത്തെങ്കത്തെ ഫ്ലാറ്റിൽ ഒന്ന് കൈക്കാൽ നീട്ടി ഉറങ്ങുന്നില്ല. വലിയ വലിയ സമ്പാദ്യങ്ങളുണ്ട്, പക്ഷേ മര്യാദയ്ക്ക് പൈസ കൊടുത്തിട്ട് ഒരു ഫ്ലാറ്റ് കിട്ടുക വരെ സാധ്യയില്ല. എന്തുകൊണ്ട്? അള്ളാഹുടെ മേലുള്ള നിങ്ങൾക്ക് വിശ്വാസ. നിങ്ങൾ നയിക്കണെങ്കത്തെ സമ്പാദ്യത്തെ മേലായിട്ടിക്കിട് നിങ്ങളെ തവക്കുൽ, നിങ്ങളെ ശമ്പള, നിങ്ങളെ നെയ്പ് അതിന്റെ മേലാണ് നിങ്ങളെ ഫോക്കസ് അതിൽ. അപ്പൊ അള്ളാഹു അതൊക്കെ വിട്ടുവിട്ട അപ്പൊ നിങ്ങൾ നട്ടം തിരിഞ്ഞിട്ടൂടെ ഹൈറാനായി പോണ്ടാറ്. അല്ലാത്തങ്ങമ്മ സമയവും സന്ദർഭം എത്തുമ്പോൾ
അൽഹംദുലില്ലാ, അള്ളാഹു നല്ലൊരു അകയത്വാട്ര, അള്ളാഹു നല്ല സമ്പത്തെത്വാട്ര ಬೇನ್ಮಾಯದ ಆ ಟೈಮ್ ಆಂಬತ್ತುಗ ಅಲ್ಲಾಹು ಆ ಟೈಮ್ಗೆ ಅದು എങ്ങനെ എത്രയുണ്ട് അങ്കെ പിടിക്കല്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ജപ്പ് ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാരാകട്ടെ, ഉസ്താദ് ചൊന്തു എൻ്റെ മോളിലെ മങ്ങിലെന്ത് അവർക്ക് നാലിട്ടിങ്ങനെ ശിഷ്യന്മാരിട്ടിക്ക് ചൊല്ലേ നിൻ്റെ മോളിലെ മങ്ങിലെന്ത് അങ്ങനെ മങ്ങിലെന്ത് ನಾನು ಆ ಮಂಗಿಂತಿಗೆ ಎಂದು ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಆಯ್ತಿಲ್ಲ, ಬಂಗಾರ ಇಟ್ಲ, ಬೇನ್ಮಾಯ ವ್ಯವಸ್ಥೆ ಎಲ್ಲ ಇಟ್ಲ. അങ്ങനെ ഭാര്യ നാണ് ടെൻഷനിലിന്ന് അള്ളാഹു എന്തെങ്കിലും തെരുവാക്കാണ്ടിക്കലെ വിശ്വാസം അവിടെ അല്ലാണ്ട് ഇന്ന ആചാരം എന്തെങ്കിലും നമുക്ക് തറാണ്ടിക്കലാണ്ടല്ല, ഇന്ന ആരെങ്കിലും എൻ്റെ ബച്ചാവാക്കാറുണ്ടല്ല. അള്ളാഹുവിനെ തറാണ്ടിക്കല ഞാൻ അള്ളാഹിൻ്റെ അടിമയല്ലേ. അല്ല ഇത്തരല്ല ദുനിയാവിടെ സൃഷ്ടികളെല്ലാവരും നോക്കുമ്പോൾ നിൻ്റെ ഒരുത്തര മാത്രമല്ല കയറവിടെ അല്ലോ. അങ്ങനെ ചൊന്തുസ്താദ് ചൊല്ലു ഞാനിങ്ങനെ ടെൻഷനിൽ നിന്ന് എന്തും വ്യവസ്ഥയിട്ടില്ല. അപ്പയിട്ടിക്കിടുന്നാണ് റായത്തിങ്ങനെ പോയിത്താമ്പത്തു റായത്തെ ഔത്തുകിനെ പോകാണ്ട് ഒർത്തിങ്ങൽ കഴിഞ്ഞിട്ട് ഔത്തുകിനെ പോകുമ്പോൾ ഔത്തുಲು അഞ്ഞെള്ളത്തല്ലി ബണ്ണത്തര ബലെಲ್ಲ കാണു. അങ്ങനെ നാനൊരു ഏനി വെച്ചിട്ട് ഒരു കുറിച്ച് വെച്ചിട്ട് ആ ടേബിൾ വെച്ചിട്ട് പത്തിത്ത് ഈ ബണ്ണത്തര ബല അടിക്കുമ്പത്തു കാൽ ജാരി ನಾನು കീഴ് ಬಂತು, എൻ്റെ കൈ കട്ടാಯ್ತು. അങ്ങനെ കട്ടായിത്താമ്പത്തു അള്ളാഹുടെ പരീക്ഷണം കോവിഡിൻ്റെ ടൈമിലടിക്ക് ഉസ്താദ് ചൊല്ലു. കോവിഡിൻ്റെ ടൈമിൽ ഞാൻ മറന്നുപോയ ആറും മറന്നില്ല. കൈനൊമ്പലായിട്ടുണ്ട് നമുക്ക്. ഡോക്ടർമാരും രോഗിക്ക് മറന്നു കൊടുക്കുക വരെ തയ്യാറില്ലാത്തെങ്കത്തെ ഒരു സമയം ഞങ്ങളെ മുന്നോൽ കഴിഞ്ഞു പോയിട്ടില്ലേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഏതേത് ഡോക്ടറും ഏതേത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും എവിടെ നടക്കില്ല. വല്ലാത്ത കഷ്ടത്തിലേറ്റ് പോയവിടെല്ലാം ഉൽഗത്തിൽ ഇട്ടുപൊട്ടാറ്. പിന്നെ നോക്കുക ആലില്ല, ആറുമുട്ട വണ്ടില്ല, കൈനൊമ്പല പോകുന്നൊക്കെ കോവിഡ് അല്ല ചെന്നെങ്കും അങ്ങ് നമ്പില്ല. അവസാനമായി അൽഹംദുലില്ലാ മറന്ന് കിട്ടിത്ത് കുറേ നാളത്തെ എല്ലാം ബൈത്ത് സുമറയത്ത് ഉഷാറയത്ത്. അപ്പോൾ ഉസ്താദ് ചൊല്ലു നക്ക് ഇത്തര സമ്പത്ത് പൈസ അകത്തിയത് മങ്ങലത്ത് പങ്കാറും അതൊക്കെ ഇത്തരലാക്ക്. പിന്നെ അതിൽ എന്തുമില്ല. ഞാൻ ഭാര്യ അള്ളാഹുടെ മേൽ തവക്കുലാക്കി മുണ്ടാണ്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ കീഴ് പോകുന്നത് എൻ്റെ കൈതയത്ത് അങ്ങനെ കൈതയത്ത് അൽഹംദുലില്ലാ സുമറയത്ത് ആൾമാരിങ്ങനെ ബറ തുടങ്ങിയാറ്. ഉസ്താദ് പോകുന്നവരാ വന്നെങ്കിൽ ആയത്ത് വന്ന് നോക്കും വിഷയ പിടിയേത്ത് ഉസ്താദിന് മോൾക്ക് മങ്ങിലുണ്ടു ഉസ്താദിന് അങ്കെ അന്താജയത്ത് വന്നെങ്കിൽ എല്ലാവരും കൂടി വ്യവസ്ഥ ആക്കിയിട്ട് മങ്ങില കംപ്ലീറ്റ് ബംഗാറും മങ്ങിലത്തെ ഫുഡും മങ്ങിലത്തെ എല്ലാ വ്യവസ്ഥയും ഈ ആൾമാരെല്ലാം കൂടി ആക്കി തന്ന് നൻ്റെ ലാസ്റ്റ് പൈസ ഒലിഞ്ഞെത്ത് മങ്ങില തീന്നൽ പിന്നാണ്ട് നിങ്ങൾക്ക് അർത്ഥവിടാ ആറങ്ങനെ മനസ്സിന് അവിടേക്ക് എത്തുവാട്ടിനെയും അങ്ക ആലോചന ഇത് ഞങ്ങളെ ഉസ്താദ് ഇത് ഈ ഉസ്താദിനെ മൂലം എങ്കിലത്തെ ഉസ്താദ് ഇത്ര കഷ്ടത്തിലുണർ അങ്കേ അല്ലാവ് തെരിപ്പാടിത്ത് അങ്ങനെ മൂലം എങ്കിലും പോലെ നിന്നിട്ട് എല്ലാവരും കൂടി ആക്കി കൊടുക്കും കടത്തിരാറ്. ഉസ്താദ് എല്ലാവരും മെസ്സേജ് ഇട്ടാൻ വാട്സപ്പിൽ തന്നെ മൂലം എങ്കിലുണ്ട് കഷ്ടത്തിലുള്ള ഗൂഗിൾ പേ കുറിച്ചൊന്താ ആരിട്ട് ചൊന്നല്ലേ ആ ചൊല്ലകത്തില്ല അള്ളാഹുട്ട് ചൊന്നരല്ലേ. അള്ളാഹു അങ്കല്ല ചൊന്ത് പോರು അവിടെ ಮಂಗೆಲುಂಟು ತೆಗೆಲ್ಲ ತೀರ್ತು ಬರ್ಬೋದು ನಿಂಗೆಲ್ಲ ಒರೇ ಪೈಸೆ ಅಂದ್ರಲ್ಲೇ ಕೆಟ್ಟಿ ಬೇಕು ಎಲ್ಲ ಪೋರು നടക്കൂರು ഓരോരാൾ പോയാറ് ഹെൽപ്പ് ആക്കിയാറ്. അപ്പൊ ആരുടെ ഹെൽപ്പിൽ ഞങ്ങൾ തീർന്നരല്ല പിന്നെ അള്ളാന്റെ ഹെൽപ്പ് ആയിട്ടിക്കട അള്ളാഹു റിസ്ക് തന്റെ ചൊന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അള്ളാഹു ആകാശത്തെ ചൊരിക്കലല്ലേ ഏതെങ്കിലും ഒരു കാരണ മുഖാന്തരല്ല നിങ്ങൾക്ക് അള്ളാഹു എത്തുവാട്ടേ ആരായെങ്കും പുറത്തവാരി കഷ്ടത്തിലുള്ള അവനക്ക് അള്ളാഹു നല്ലൊരു ജോബ് എത്തുവാട്ടി അതിൽ നല്ല ശമ്പളം കിട്ടിയിട്ട് അതും കൊടുത്തിട്ട് അല്ലാഹുവല്ലേ ഓൻ്റെ ജോബ് കൊണ്ടല്ല ആ ജോബ് എത്തുവാട്ടി ഉണല്ലാഹു അത് മുഖാന്തരം കിട്ടിയ ശമ്പളം കൊടുത്തിട്ട് ഉണല്ലാഹു അതിലെ ബർക്കത്തുള്ള രീതിയിൽ ബർപ്പാട്ടിട്ട് നിക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഒലിഞ്ഞിട്ട് എടുത്തു വയ്ക്കുക അവിടെ എത്ര ബർക്കത്ത് തൻ്റെ ഓണ് മാറ് നിന്റെ ധനിയല്ല പിന്നാറ് അല്ലാ. ഈ വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ലോണാക്കി കുടിഞ്ഞിട്ട് ഹൈറാനായി പിരാന്തയിട്ട് റായ് വിട്ടുപോയോണ്ടും സൊസൈഡ് ആക്കിക്കൊണ്ടും വല്ലാറാറ് കോടിയാധിപതിയായിട്ട് ഇന്ന മനുഷ്യന്മാർ എല്ലാം പാപ്പറായിട്ട് നാരികൊണ്ടുള്ളാറ്. എൻ്റെ ഒരാളിങ്ങനെ പൽക്കവരിയും ചൊന്തു ನಾನು ಮ್ಯಾಂಗ್ಳೂರಿൽ ചുമ്മാല് നോക്കിക്കൊണ്ടില്ല നൻ്റെ കണ്ടൽ നാ നോക്കിയതിൽ 180% പണക്കാറും പാപ്പറായി ബർബാദായി പോയാറ്. ഞാൻ കേട്ടെ എന്തേ അയൽ ചൊന്തു എല്ലാവരും ലോൺ വഡ്ഡി കുടുങ്ങിത്ത് 20% പണക്കാർ പണ്ടിൽ പിന്നെ ഇന്നങ്ങ ഇണ്ടും അങ്ങനെമേ ഉള്ളാർ. ഞാൻ കേട്ട് അങ്ങനത്തെ ഒലിഞ്ഞ്
അങ്ങ് ഹറാംക്ക് പോയിട്ടില്ല, അങ്ങ് ലോൺക്ക് പോയിട്ടില്ല, അങ്ങ് ഹലാലായ രീതിയിൽ ബിസിനസ് ആക്കിയുള്ളവർ, അള്ളാഹുടെ മേൽ തവക്കുലാക്കിയിട്ടുള്ളവർ അങ്ങ് മാത്രമേ ഞാനാക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഇത്ര ക്ലിയർ എല്ലാവരുടെ ಬಗ್ಗೆ പിടി. അപ്പം ಇಲ್ಲಿ ಚಂತು ನಾನು ಫೈನಾನ್ಸಿಯಲ್ ಮ್ಯಾನೇಜರ್ ಆಯ್ತಿನ್ನ ഒരു ടൈമിലോ. പിന്നീട് നക്കൊരാൾ ഇതിനെ സംബന്ധിച്ചിട്ട് വാഴ ചൊന്തന്ത് ನನ್ನ ഒരു ಫ್ರೆಂಡ್ ನನ್ನ ಒಟ್ಟಿಗೆ ಈ ವಿಷಯ ಎಲ್ಲ ಚೊಂದಂತ ಮತ್ತು ನಾನು ಅದು ಬಿಟ್ಟು ഹലാലായ മാർഗത്തിക്ക് ನಾನು ബന്നെ. പക്ഷെ നക്ക് പിടിയുണ്ട് ആര് എങ്ങനെ നക്ക് പിടിന്ന പണക്കാരന്മാർ ലോണിന്റെ പെരുവത്തിലും ഹറാമായ ബിസിനസ്സിന്റെ പെരുവത്തിൽ പോയവനെല്ലാം പാപ്പറയിടാറ്. മനുഷ്യಗೆ ആസೆ ഓർക്കത്തിയേ കോട്ടിയാവണം. അപ്പം ബാങ്കിലൊന്നും ചെന്നാൽ 10 കോടി വേണമെങ്കിൽ ലോൺ തൻ്റെ 10 കോടി എടുത്തിട്ട് ബിസിനസ് നടത്തിയ 20 കോടി കടയിത്ത്. സുബ്ഹാൻ. ഫസ്റ്റ് കൊണ്ട് ബിസിനസ് നടത്തിലേക്ക് 300 തിങ്ങൾക്ക് ഒരു 25,000 നയിച്ചു ചെയ്യുന്ന അവൻ്റെ ആൾക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഓണക്ക് അപ്പുറത്തെ ഉണ്ട് ബിൽഡിങ്ങും അപ്പുറത്തെ ഉണ്ട് കാറും അപ്പുറത്തെ ഉണ്ട് കാർ ബാറെല്ലാം കണ്ടെത്തു ഓണക്ക് ആസയിട്ട് ഓണും ലോൺ എടുത്തിട്ട് ബിസിനസ് ആക്കി പോയോണു കുടുങ്ങിട്ട് 10 കോടി കടത്തവണു 20 കോടി കടത്തിൽ കുടുങ്ങിട്ട് ഇന്ന പല ആകവും ആ കാറും വിത്തിട്ട് റായവിട്ട. നിങ്ങൾ കണ്ടുകൊണ്ടില്ലതല്ല, ഞാൻ വെറുതെ ചെന്നോളില്ല, നിങ്ങൾക്ക് വീടുണ്ടല്ലേ എത്ര ആൾ മാറും. അപ്പൊ റിസ്ക് തന്റെ ഉണാറ് അല്ലാ. ഈ വിശ്വാസം എന്തേ നമുക്കില്ല? ഞങ്ങൾ എത്ര ക്ലാസ്, എത്ര വാള്, എത്ര ഹദീസ്, എത്ര ഖുർആന്റെ ആയത്ത്, എന്തെന്ത് സ്റ്റോറി എന്ത് കേട്ടെങ്കിലും പിന്നെയും പിന്നെയും ഉൽഗത്തിലൊരു കുത്തലിക്കിട്. അല്ല അങ്ങനെ കണ്ടില്ലേ എത്ര നല്ല ഡ്രസ്സ്, അങ്ങനെ കണ്ടില്ലേ എത്ര ബംഗാരമാല, അയിമ്മയുടെ കയ്യിൽ കണ്ടില്ലേ എത്ര റിങ് അല്ലേ? എന്ത് ഇതല്ല അള്ളാഹുടെ മേൽ തവക്കുലാക്കുറു. തനിയേ ബണ്ട് മോൺ കൊമ്മണ്ട ബംഗാര റിങ് നിങ്ങൾക്ക് പേടിക്കണ്ട. അത് കേട്ട് ആശപ്പെടണ്ട. നിങ്ങൾ അള്ളാഹുടെ തവക്കുലാക്കിയിട്ട് എല്ലാം അള്ളാഹു തണ്ട എത്രയും നിങ്ങൾ ഇത്രയെല്ലാം ജീവിക്കും. ചിലപ്പോൾ അള്ളാഹു എഞ്ഞത്തെ എത്തുവാട്ട ചൊല്ലു സാധ്യമില്ല. അപ്പൊ ഏതൊന്നും ഞങ്ങളെ അധ്വാനം കൊണ്ടു, നന്റെ പഠിപ്പ് കൊണ്ടു, നന്റെ ബുദ്ധി കൊണ്ടു, നന്റെ മക്ക ഉഷാറായത് കൊണ്ടു, ഞങ്ങൾക്ക് വലിയ ബിസിനസ് ഇന്നത് കൊണ്ടു, നാ കുറെ പഠിച്ചിട്ട് ഡിഗ്രി ആക്കിയത് കൊണ്ട് നാനിപ്പ ഇഷാറാമ ജീവിതത്തിലുള്ള ചൊല്ലത് പച്ച കളവായിടിക്കരുത്. റിസ്ക് തന്റെ ഉണാറ് അല്ലാ. ആ റിസ്ക് തന്റെ എങ്കത്തെ അള്ളാഹു ചെന്നത് നിന്റെ റിസ്ക് എല്ലാം നാളെ തീരുമാനിച്ച് തൈര്, നീ ടെൻഷൻ ആക്കണ്ട. അതേ സമയത്ത് നീ ടെൻഷൻ ആക്കൊണ്ടു ഒരു പണി നിൽക്കുന്ന തന്നേരം എന്തേത് ഈമാനോടെ മരിക്കുന്ന വിഷയത്തിൽ തെളിഞ്ഞ ടെൻഷനാക്കി ജാഗ്രത ആക്കിയിട്ട് സ്വറ എടുത്തിട്ട് മരിച്ചിട്ട് സ്വർഗത്ത് വാ. അന്നാണ് അത്ര സുലാഭത്തിലും തണ്ടില്ല. അതൊക്കെ മെയിനായിട്ട് നീ കഷ്ടപ്പെടും. അള്ളാഹു കഷ്ടപ്പെടുക ചൊന്നെങ്കത്തെ വിഷയത്തെ അവിടെ മൂലലിട്ടിട്ട് കഷ്ടപ്പെടേണ്ട ഭാവം നിന്റെ വിഷയമല്ല ഞാൻ നോക്കാൻ ചൊന്നിൽ പിന്നെ ധൈര്യം ഇല്ലാണ്ട് പോയിട്ട് കഷ്ടപ്പെടാറ്. അള്ളാന്റെ മേൽ ധൈര്യം ഇല്ല. അള്ളാഹ് ചുന്തര നീ പേടിക്കണ്ട, നിന്റെ ആഹാര പാനി എന്തും ഇല്ലാണ്ടായിട്ട് നീ കുടുങ്ങിപ്പോവല്ലേ നിന്റെ നാ നോക്കിട ചുന്തര അയങ്ങു ധൈര്യം വേണ്ടില്ല. അള്ള നോക്കില്ലെങ്ക ഇന്നാലില്ല ഈ വിശ്വാസത്തിൽ നിന്നെങ്കിൽ പിന്നെ ഇവിടെ അള്ള സുമറാക്കില്ലെങ്ക അള്ളാഹും അത് തന്നില്ലെങ്ക അള്ളാഹു ഞങ്ങളെ പട്ടിണി കിടപ്പാട്ടിയെങ്കാണ്ട് നിങ്ങൾക്ക് പേടിയാവിടാ. ആകാശഭൂമിയുടെ ഇടയിൽ എത്ര ലക്ഷക്കണക്കിൽ ജീവികളുണ്ടു, കടലിലെ അടിയിൽ എത്ര ജീവികളുണ്ടു, ഭൂമിയുടെ അടിയിൽ എത്ര ജീവികളുണ്ടു, ഞങ്ങളെ കണ്ണക്ക് കാണ്ടതും കാണാത്തതുമായ എത്ര ജീവികളുണ്ടു. ഞങ്ങളെ ഈ മൂക്കിലും ഈ പല്ലുടെ ഇടലും ഈ കാതിലും ഞങ്ങളെ ശരീരത്തെ ഓരോ അവയവത്തിലും ഞങ്ങളെ കയ്യിലും കാലിലെ ഓരോ അവയവത്തിൽ എത്ര ലക്ഷക്കണക്കിൽ ജീവികളുണ്ട്. നിങ്ങൾക്ക് പിടിയുണ്ടാ? നിങ്ങൾക്ക് പിടിയുന്നെങ്കിൽ എല്ലാ ചൂടോട്ടത്താർ. നീ നിന്റെ കയ്യിൽ നിന്നെല്ലാം നെക്കി തിന്നിട്ട് നീ ജീവിക്കട മറ്റൊന്ന് എല്ലാത്തെ കരച്ചിക്കാലായത്താർ. നിങ്ങൾക്ക് പിടിയില്ല. അള്ളാഹു കുറേ ബലത്തി കൊണ്ടുള്ള നിങ്ങളെ തടിയിൽ കുറേ ജീവി കൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. കുറേ ജീവി കൊണ്ടു ഡോക്ടർമാർ പല്ല് ആ പല്ലിൽ എന്തൊരു ക്രിമിയുണ്ട് നോക്കണമെങ്കിൽ ഉപകരണം വെച്ച് നോക്കിയെങ്കിൽ ഇയാളുടെ ബലി ജീവിങ്ങ കണ്ണ് കാണാത്തത്ര ചെറിയ ജീവി. പക്ഷെ ആ ഇതിൽ നോക്കുമ്പോൾ ബലിയായിട്ട് കാണും. ഡോക്ടർമാർ നിങ്ങൾ പേഷ്യൻറ്റ് നോക്കിയിട്ട് കണ്ണ് കൈക്കൽകിടത് കണ്ടിട്ടില്ലേ? എന്തിക്കങ്ങ് കൈക്കൽകിടെ നജസ്സാന്നങ്ങ അവൻ ഞങ്ങളെ തൊട്ടേന്ന് കണ്ടെങ്കിൽ 700 രൂപ ഫീസ് എടുക്കുക. എന്നിട്ട് ഞങ്ങൾ പോയാൽ പിന്നെ കൈ കൽകാൻ തല്ലോണം. ഞങ്ങൾ എതിരിലേ പോയിട്ട് കൈ കൽകട സോപ്പിട്ടിട്ട് ജസ്റ്റ് തൊഡേ പോയിട്ട് കൈയുടെ കൽകല സോപ്പിട്ട് തിരിച്ചിട്ടും മരിച്ചിട്ടും കൽകട. അല്ല ഞങ്ങൾ അങ്ങനെ ആക്കാത്തമ്മ അപ്പുറം പോയാൽ പിന്നെ കൈറ്റ് അത്ര തോൽബാനില്ലെങ്കിൽ നല്ല ഗൊന്താവത്ത പോലെ കൈ അപ്പുറം തോത്താത്ത അവന് ബേജാറാവുണ്ട്. ഇത് ഡോക്ടർമാർ ഞങ്ങളുടെ തൊട്ടേക്ക് ഫീസ് എടുത്തിട്ട് ഞങ്ങളെ കണ്ണെടുത്തില്ലേ എന്തി കൈ ഉറുദ്രങ്ങ ഗൊന്തുണ്ട. ഈ രോഗിയുടെ ശരീരത്തിൽ നിങ്ങത്തെ ക്രിമികീട്ടങ്ങൾ വൈറസുകൾ നിങ്ങളെ ശരീരത്തിക്ക് ബറണ്ടാച്ചുണ്ടതിരെ വേഗ കൽകಡೆ. ഇല്ലെങ്കിൽ പനി വന്നാൽ 100 കണക്കിൽ പനി വന്നങ്ങ് മരുന്ന് കൊടുക്കുമ്പോൾ തൂക്കി ഡോക്ടർ പനി പിടിച്ചിട്ട് മയ്യത്താവല്ലേ.
ಸಾಧಾರಣ ನಂಗೆ ಚೊಲ್ಲಲಿಲ್ಲ ನಂಗೆ ಅವತ್ತು ಫಸ್ಟ್ ಓಲ್ಗೆ ಪನಿ ಬಂತು ನಕ್ಕು ಬಂತು പിന്നെ ಓಣ ಬಂತು ಅವತ್ತು ಒತ್ತರಾಕಿಟ್ಟು പോയിട്ട് പണിയുണ്ട്. അപ്പൊ ഡോക്ടർ എന്തിനാ അവണു ഇത്ര പണി വണ്ണെല്ലാം നോക്കിയെങ്കിൽ അവന് ഈ 364 പണിയിലേ മരിക്കേണ്ടി വരും. അപ്പൊ ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾക്ക് പിടിയില്ലാണ്ട് നൂറുകണക്കിൽ ആയിരക്കണക്കിൽ ലക്ഷക്കണക്കിൽ ജീവിച്ചുകൊണ്ടുണ്ട്. അതൊക്കെ റിസ്ക് അല്ല അവിടെ വെച്ചത് ഞങ്ങളെ തടിയിൽ വെച്ചരാ. ഇത്രയെല്ലാം റിസ്ക് തന്റെ അല്ലാഹു ആനകൾക്കും അതുപോലെ ബലബല ജീവികൾക്കും ചെറിയ ചെറിയ ജീവികൾക്കും റിസ്ക് തന്റെ അല്ലാഹു പാവപ്പെട്ട തന്റെ മാത്രം പട്ടിണിയാക്കുക ചൊല്ലെങ്കത്തെ ബിയാറ. അള്ളാഹുടെ മേൽ വിശ്വാസം ഇല്ലാത്ത ബിയാറ. അതേ സമയത്ത് നയിപ്പ് വേണു, നല്ല ജോബ് വേണു, നല്ല ബിസിനസ് വേണു, നല്ല പഠിപ്പ് വേണു, അധ്വാനം വേണു, കഷ്ടപ്പെട്ട് അധ്വാനിക്കണു സമ. പക്ഷെ ആ അധ്വാനം കൊണ്ടല്ല തൻ്റെ റിസ്ക് പോണ്ടേ. റിസ്ക് തൻ്റെ ഉണല്ലോ. ഈ വിശ്വാസം ഞങ്ങളെ കൽബിലിന്നെങ്കിൽ ജീവന മരണ അവസാന നിമിഷം വരെ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം യജമാനായ അല്ലാഹു വേണ്ട സമയത്തിൽ ഞങ്ങൾക്ക് എത്തുവാട്ടി തണ്ട. അപ്പൊ വിശ്വാസമാണ് ഞങ്ങളെ പ്രോബ്ലം. ഞങ്ങളെ വിശ്വാസ സമയമില്ല, ഞങ്ങളെ തവക്കുൽ സമയമില്ല. ഞങ്ങൾക്ക് അല്ലാഹുടെ മേൽ ധൈര്യമില്ലാത്തിങ്കത്തെ മുസീബത്താണ്. അപ്പൊ വിശ്വാസത്തെ ഗട്ടിമുട്ടാക്കിയിട്ട് തവക്കുലിനെ ഗട്ടിമുട്ടാക്കിയിട്ട് ഇരിക്കട് പുറത്തു പോണേ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലി. അത് പുറത്ത് പറഞ്ഞു ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അള്ളാഹുടെ മേൽ തവക്കുലാക്കിയിട്ട് വേണ്ട. അള്ളാഹുടെ മേൽ തവക്കുലാക്കണേ. നന്നിട്ട് ഗാഡിയുണ്ട്, നന്നിട്ട് കൈക്കാലുള്ള സമമുണ്ട്, നാനെ പോയിട്ട് എൻ്റെ ചുണ്ടിലേക്ക് പോയി വേറെ സാധ്യമുണ്ടാ? ഇല്ല. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അങ്ങനെ ഇരിക്കണം. എന്തിനു നിരിച്ചിടാറുന്നെയാ തെൽ കൈക്കാലുള്ള ഉദ്ദേശിട്ടാകുമ്പത്തു നാനെന്നെ നിരിച്ചെത്ത? ഇല്ല, സാധ്യമില്ല. ആർക്കും സാധ്യമില്ല. ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇ ഫഅൻത വമാലികു ദുനിയാ സവാഉ. ഇമാമന ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലു, നക്കുള്ളത് മയ്യിച്ചുള്ള വിശ്വാസമാണ് നിക്കൊണ്ടുണ്ടായെങ്കിൽ ഫഅൻത വമാലികു ദുനിയാ സവാഉ. ഇടീ ദുനിയാവിടെ മേ കിങ്കായ ഒരാളിന്നെങ്കിൽ ആ കിങ്കിടെ കാണും ഏറ്റവും നല്ല നീന്, അല്ലെങ്കിൽ ആ കിങ്കിടെ പോലെ നിക്ക് രാജാവായി റാണിയായി നിക്ക് ജീവിക്കാ. അങ്ങനെ ജീവിക്കണമെങ്കിൽ നിന്റെ കൽബിലുള്ള വിശ്വാസ നക്കല്ലാഹു തന്നത് ധാരാളമുണ്ടു. ഇത് ധാരാളമുണ്ടു. ഇത് മൈ ചൊല്ല വിശ്വാസ വേണു. ഇന്നത് മൈ ചൊല്ല വിശ്വാസ ഇന്നെങ്കിൽ ഫഅൻത വമാലികു ദുനിയാ സവാ. ഇന്നത് മൈ ചൊല്ല വിശ്വാസം ഇന്നില്ലെങ്കിൽ നീ ബെല്ല കിങ്കാണെങ്കിൽ പോലും നിന്റെ മനസ്സിൽ എന്നത് മയ്യവല ചൊല്ല വിശ്വാസം ഇന്നെങ്കിൽ നീ ദരിദ്രനായിരിക്കട. നിന്റെ അത്ര ഫക്കീർ വേറെയില്ല അല്ലേ? വലിയ പണക്കാരനായ മനുഷ്യൻ, ഭയങ്കര കോട്യാധിപതി, എല്ലാവർക്കും കൊന്തുണ്ട് അയാൾ കോട്യാധിപതി. അയാൾ ഇതിനിടയ്ക്ക് കിട്ടിയപ്പോൾ ഞാൻ കേട്ട ആചാർ റാഹത്തല്ലേ. ഒരു പള്ളിങ്ങനെ ജുമാഅത്തുക്ക് പോയപ്പോൾ കിട്ടിയത് റാഹത്തല്ല ആചാർ കാണാൻ ക്ഷമ ടൈമേത്ത് ഭാര്യ അപ്രൂപ്പായിടാറ്. എന്ത് വിശേഷമല്ല, എങ്ങനെ ഉണ്ടല്ലോ, ബിസിനസ്സല്ല, ചന്തത്തിൽ പോയിട്ടുണ്ടാ? അവർ എന്തൊരു ഉസ്താദ്, എന്തൊരു ചൊല്ലട്ടെ, ആരിട്ട് ചൊല്ലും പോലില്ല ഞങ്ങളെ പരിസ്ഥിതി. നാണ് ഔത്ത് കഞ്ഞി കുടിക്കണമേ ഭാര്യ കഷ്ടത്തിൽ വന്നു. നാൻ നിരിച്ച ഇയാളുടെ ഒരു നന്ദി കേട്. ഇബാദത്തെല്ലാം ഇലാക്കട്, സുന്നത്ത് നോമ്പിടിക്കട്, ഖുർആൻ ഓതുറു എല്ലാം ആക്കട്, ഔത്തെപ്പോലും മൗലൂദ് ചൊല്ലിക്കട്, ഔത്തെല്ലാ സ്വലാത്തും ആവിടു. ഭയങ്കരമായ തങ്ങമാറും ആലിമിങ്ങനെ പരത്തിലിക്കട്. പക്ഷെ ചൊല്ലിന്റെ പലക്കെന്നരെ ഞാൻ ഔത്ത് കഞ്ഞി കുടിക്കണേ ഭാര്യ കഷ്ടത്തിൽ. സുബ്ഹാനല്ലാഹ്. കോട്ടി ഒരു ബിസിനസ് അയാൾ കൊണ്ട്, എന്നിട്ടും അയാൾ എപ്പോൾ നോക്കിയെങ്കിൽ ഇതേ പാട്ട്. ഇങ്ങലാണ്ട് വലിയ ദരിദ്ര വേറുണ്ടാ? ഇല്ല. ഇന്നതിൽ തൃപ്തിയുള്ളെങ്കത്തെ ഒരു പെണ്ണ് ആണുണ്ടായെങ്കിൽ അങ്ങത്ര നെമ്മതിലിക്കാർ. അൽഹംദുലില്ലാ, അള്ളാഹുടെ തൗഫീഖിൽ ചന്തത്തിൽ പോയോണ്ടുണ്ടു. അൽഹംദുലില്ലാ. തേറുള്ളെന്ന് കിടന്നിട്ടില്ലല്ലേ, ഒരു 10 ടാങ്കും ഉണ്ടല്ലേ. ബാക്കി അങ്ങത്ര തേറുകൾ കഷ്ടപ്പെട്ടിട്ട് ഈ മലക്കെല്ലാം നനഞ്ഞിട്ട് അവിടെ റോഡ് സൈഡിലെല്ലാം വീണിത് കാണുമ്പോൾ അൽഹംദുലില്ലാ ഞങ്ങൾ അങ്ങനല്ലല്ലേ. ഇങ്ങനെ നിശ്ചിത്ത് ഇന്നതിൽ കൊസിപ്പെട്ട് സന്തോഷിച്ച് ജീവിക്കണുണ്ടെക്കാണ്ട് വലിയ രാജാവ് കിങ്കാറ്. ഉമ്മമാർ സഹോദരിമാർ ഈ വിഷയത്തിൽ വലിയ ശ്രദ്ധ വേണു. മാപ്പിളൊട്ടിಗೆ ಬೆರ್ದೇ ಕಿರಿಕಿರಿ ಹಾಕೋತೀರ. ಅದು ಮೈಯಾಯಿಲ್ಲ, ಇದು ಮೈಯಾಯಿಲ್ಲ.
ഞാനിങ്ങനെ ടീച്ചൊന്നൊരു നനപ്പില്ല ഞങ്ങളൊരു ഉസ്താദിന്. ആ ഉസ്താദിനെ മുദരി സൈഡിക്ക് ചുമ തായലിമിങ്ങളുടെ പഠിപ്പാടെങ്കിലത്തെ ഉസ്താദിനെ രണ്ട് കാലും സമയമില്ല, രണ്ട് കാലും പോയില്ല, നടക്കുകയാവില്ല. ഒരു കാലൊരു ചെറിയ ബലമുണ്ട്, പിന്നെ ഒരു കാലം അലക്ക ബലമില്ല. അപ്പോൾ ഉസ്താദ് നടക്കടെ ഭാരി കഷ്ടത്തിലിങ്ങനെ നടക്കടെ കഷ്ടത്തിലിരിക്കുക, ദർസക്ക് പോകണ്ടേ. ആ ഉസ്താദാണെങ്കിലാ ഉസ്താദ് പിഞ്ഞായി മക്കളിലുണ്ടു, മൂല മങ്ങലെല്ലാം എത്തി, ഇപ്പോൾ പുള്ളിമാറെല്ലുണ്ടു. അങ്ങനെ ഉസ്താദിലിട്ട് ഇങ്ങനെ വിഷയാക്കുമ്പോൾ തീർക്ക ആ ഉസ്താദിലിട്ട് എന്നാണ് വിഷയ കേട്ട ഉത്തല്ല റാഹത്തല്ലേ ഇങ്ങനെല്ലാം കേൾക്കുമ്പോൾ ഒരു നാളിങ്ങനെ വിഷയാക്കുമ്പോൾ ചൊന്തു എൻ്റെ പെഞ്ഞായി വല്ലാത്ത ഒരു പെണ്ണ് ചൊന്തു. എന്തേ കേട്ടു ചൊന്തു നാണ് മങ്ങിലായിട്ട് ഇത്ര വർഷമായിട്ട് നക്ക് പുള്ളിമാർ സമയത്ത് ഉള്ളാറ് മക്കളെല്ലാം ഭയങ്കര ഇണ്ട് തോൽ ഒരു ബസ്ത് നമുക്ക് വേണു ചൊന്ന് കേട്ടിരിക്കാനാണ്. എന്തേ ഇന്ന ഒരു ബസ്ത് ಬೇಣು ಚೊಂತು ನಂದೊಟ್ಟಿಗೆ ಇಂಡು ತೋಲು ಕೇಟಿಡಿಕ್ಕಲ್ಲ ಎಂದುം ಅವತ್ತುಗೆ ಅದು ಬೇಣು ಅವತ್ತಿಗೆ ಇದು ಬೇಣು ಅದು ತೀರ್ന്നിട്ട് ഇത് പറമ്പുമ്പറും എന്തും കേട്ടിരിക്കാല്ല. ഒരു പെരുന്നാളുക ഡ്രസ് എടുക്കുന്ന സമയത്ത് നക്ക് ആ ഡ്രസ്സായില്ല ഈ ഡ്രസ്സായില്ല മഞ്ഞലായിട്ട് ಇಂಡು തോಲು അവൾ കേട്ടിട്ടില്ല. ഞാൻ എന്തൊരു കൊമ്പൈ കൊടുക്കൂടെ അവൾ അതിട്ടാൾ ഭാര്യ ചന്തമുണ്ടോ ചൊല്ലാള് അതിട്ടിട്ട് ഭാര്യ കൊസി കൊസിയിലിക്കടാള് ഒരു ബസ്തു നണ്ടിട്ട് വിളിക്കുക. ഞാൻ കേട്ട് ഒക്ക പെണ്ണിങ്ങല്ലേ പെണ്ണിങ്ങ കേൾക്കാണ്ടിക്കുവാറ. അപ്പൊ അയമ കേക്കില്ല. അപ്പൊ ഉസ്താദ് ചന്തു നന്റെ ചെണ്ട കാല് സമയല്ലേ നന്റെ മങ്ങിലായിരമേ മങ്ങിലതാണ് അവൾ. ആ നാളുടെ മങ്ങിലാകുമ്പോഴത്തേക്ക് അവള് നന്റെ സെലക്ട് ആക്കുമ്പോഴത്തേക്ക് നന്റെ ചെണ്ട കാല് സമയമില്ലാണ്ട് പിടിന്തേ അവത്തങ്ങ ചൊന്നാറ് അല്ലാഹു ദ്യാമ്പില വലിയ ഉസ്താദ് മാത്രമല്ല രണ്ട് കാലും സമയമില്ല നടക്കൂ ഭാര്യ കഷ്ടത്തിലായിട്ട്. അപ്പൊ വേണ്ട ഉണ്ടാക്കുമ്പോഴത്തൂ ആ പെണ്ണ് ചെന്തൂല. അപ്പൊ അയാളുടെ വേറെ മങ്ങിലാവുകില്ലേ അയാൾ കാല സമയം തന്നെ. ഇപ്പം നാണ് മങ്ങിലാവില്ല വിട്ടെങ്കിൽ ഇപ്പം വേറെ ആരും പെണ്ണ് കൊടുക്കില്ലേ. ഏതെങ്കിലും ഒരു പെണ്ണിടയിൽ മങ്ങിലാവിടല്ലേ പിന്നെ വിഷയമല്ല നക്ക് കാലുന്നില്ലെങ്കിൽ അയാൾ ആര്യമല്ല അയാളാവും. അങ്ങനെ ആ പെണ്ണ് മങ്ങിലായിട്ട് ആ പെണ്ണിന്റെ മങ്ങിലായാൽ പിന്നെ ആ പെണ്ണ് ചിന്തിച്ചിട്ട് ഈ രണ്ട് കാലുകും ബലയില്ലാത്ത ഈ മനുഷ്യൻ ഈ കോല് കുത്തിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്ത് വിദൂരത്തെ റായത്ത് പോയിട്ട് അദ്ദേഹം മുദരിസായി മുതഅല്ലിമീങ്ങ പഠിപ്പാട്ടിട്ട് കഷ്ടപ്പെട്ട് വരുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യരനാണ് ಇಂದ್ರಾಕೋತೀರ കുറേ ദാരിദ്ര്യ ചൊന്തു കുറേ കഷ്ടപ്പാട് ചൊന്തു ನಾನು കഷ്ടത്തിലാക്കോത്തീര പിന്നെ ഇന്നതുമയോ റിസ്ക് തന്നവനാറ് അല്ലാഹു. അങ്ങനെ ഒരു പെണ്ണ് തീരുമാനിച്ചെങ്കിൽ ആ കുടുംബ സ്വർഗത്ത് പോകുക വേറെന്ത് വേണ. ഒരു പെണ്ണ് ഇന്നത് മയ്യവലാണ്ട് ചൊന്ന് തീരുമാനിച്ചെങ്കിൽ ആ കുടുംബം നരകത്ത് പോകണു വേറെന്തും വേണ്ട. നിങ്ങൾക്ക് അർത്ഥാവില്ല ഞാൻ ചൊല്ലുന്ന എൻ്റെ പലക്ക നിപ്പാട്ടിയോണ്ടല്ലേ. ഒരു പെണ്ണ് ഇന്നത് മയ്യ കൊണ്ട് ചൊന്ന് തീരുമാനിച്ചെങ്കിൽ ആ കുടുംബ സ്വർഗത്ത് പോകണത് വേറെന്തും വേണ്ട. ഒരു പെണ്ണ് ഇന്നത് മയ്യവലാണ്ട് ചൊന്ന് തീരുമാനിച്ചെങ്കിൽ ആ കുടുംബം നരകത്ത് പോകണതും വേറെന്തും വേണ്ട. അർത്ഥമില്ല ഞാൻ ചൊന്നത്. ഇല്ലാത്തതൊക്കെ ഒത്തായാക്കുമ്പത്തു ആ മനുഷ്യ പേട്ട് EMI അത് ഇത് ചൊന്ത് ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ എല്ലാം കൊമ്പന്ന് റാസിട്ട് അല്ലേ. അല്ല നക്ക് ഇന്നത് മൈശം തീരുമാനിക്കും പിന്നെ അയാൾ കടത്തിൽ കൊടുങ്ങുണ്ടായില്ലല്ലേ സന്തോഷത്തിലേക്കില്ലേ. സന്തോഷവും തകർറ് നെമ്മതിയില്ലാണ്ടാവുള്ളൂ. മാപ്പിൾ പെഞ്ഞന്മാർക്ക് കിരിക്കിരി ഗലാട്ട സ്റ്റാർട്ടാവുള്ളൂ. തിങ്കളാകുമ്പത്ത് കൂടെ പൈസ കട്ടാവുകയിൽ നയിച്ച പൈസ മയ്യാവില്ലാണ്ടാകുമ്പോൾ പ്രതി തിങ്കൾ പെഞ്ഞായിട്ട് കിരിക്കിരി ആക്കട്ടെ. നിക്ക് വേറെ പണിയില്ല. നിന്റെ ചൊന്നിട്ടല്ലേ ഞാൻ അത്ര വലിയ ഫ്രിഡ്ജ് എടുത്ത്, നിന്റെ ചൊന്നിട്ടല്ലേ ഞാൻ ഇത്ര വലിയ വാഷിംഗ് മെഷീൻ എടുത്ത്, ഞാൻ എൻ്റെ ചൊന്നില്ലേ മയ്യോ അതിൽ അഡ്ജസ്റ്റ് ആക്കണ്ണി കേട്ട് ഇപ്പം നിനക്ക് ഗ്യാസ് പൈസ ഇല്ല, ബാടിക കിട്ടുക പൈസ ഇല്ല, മക്കളെ ഫീസ് കിട്ടുക പൈസ ഇല്ല. ഈ പെണ്ണുങ്ങളെ വിഷയം കേട്ടെങ്കിൽ ആവാ ചൊന്തു ഇയാൾ കിരിക്കിരി ആക്കുക. എല്ലാ തിങ്കളും ഓളുടെ മുഖം ശരിയെ നാണൊന്ന് ചൊന്നിട്ട് എപ്പോൾ നിങ്ങൾ അതിനെ വെച്ചൊല്ലെ ചൊന്ത് ഓൾക്ക് ഉൾപ്പെട്ടെ എപ്പം ഓൾക്ക് ബേജാറ്. ആ ഫ്രിഡ്ജിൽ കൊമ്പെത്തി നിങ്ങൾ എന്ത് വെക്കുമ്പോൾ വേണ ഈ ഫ്രിഡ്ജ് അല്ലെ പറിച്ചിൽ തിന്നിട്ട് ആർക്ക് വേണു അങ്ങനെ സാപ്പ വെച്ചിട്ട് നിങ്ങൾ കൊമ്പടി വെക്കേ. ഇടീ ഫാമിലിയിലെ കൊസി സന്തോഷം തകർത്ത് വേണം നിങ്ങൾക്ക് ഈ നെമ്മതി. ഇത് പ്രതീയൗത്വം നടക്കരുത്. അതുകൊണ്ട് ഉമ്മമാർ സഹോദരിമാർ ശ്രദ്ധിച്ചെങ്കിൽ നെമ്മതിയുള്ള ജീവന എവിടെ ഉണ്ടു. ഇന്നത് മൈ അൽഹംദുലില്ലാ ഇത്രയും കൊണ്ടല്ലേ ഇത്ര ഇല്ലാത്ത എത്ര ആളുള്ളവർ ഇങ്ങനെ നിരിച്ച് ജീവിച്ചാണ്ട് കണ്ടെങ്കിൽ നിങ്ങമേ റാണി നിങ്ങമേ രാജ നിങ്ങമേ റാണി നിങ്ങൾ എത്ര വലിയ കിങ് വേറെ ആരും ഇല്ല. ಅದಕ್ಕೆ വലിയ സിംഹാസനം വേണുണ്ടില്ല, ಅದಕ್ಕೆ വലിയ ചെയർ വേണുണ്ടില്ല, ಅದಕ್ಕೆ ഭയങ്കര പാലസ് വേണുണ്ടില്ല, കുറെ അംഗരക്ഷകന്മാർ വേണുണ്ടില്ല. നീനേ കിങ്. നിന്റെ അത്ര നെമ്മതി നിങ്ങൾ വേറെ ആറുമില്ല.
എപ്പെങ്കിലും മറന്നാൽ ഞങ്ങൾക്കെല്ലാം ആസೆ ആവോಡು ഞങ്ങൾ ചെറിയ ഇക്കുമ്പത്തേക്ക് ജീവനുള്ളവർക്കൊക്കെ ഇങ്ങനെ ನೆನಪಾവോಡು എപ്പെങ്കിലും ഓർക്ക ബാപ്പ ഒരു കിലോ ആടെ ഇറച്ചി മാത്ര ഞങ്ങളവത്ത് കൊമ്പന്നെ അതൊരു ഒരു സന്തോഷ സുബ്ഹാനല്ലാഹ് അതിൻ്റെ നിങ്ങൾ നാൽക്കും ഇടി ആടെ വേപ്പാടി തന്നെ മാക്കൊസില്ലേ ഇല്ല ഉണ്ടാ നിങ്ങൾ ആലോചന ആക്കൂ തിങ്ങൾ ഗുർക്കമായ പയം ഗുർക്കൊരു ഇറച്ചിട്ട് കരിനാലൊത്ത് വേപ്പാട്ടിങ്കിലുള്ള കൊസി അണ്ട് ഉണ്ണമ്പൊത്തൊരു റാഹത്ത് അതിൽ ഒരു കമ്മന അതിൽ ഒരു സന്തോല നെമ്മതി നാൽക്കും നിങ്ങൾ ചിക്കൻ തിന്നുമ്പൊത്തു നിങ്ങളൊത്തുണ്ടാ ഇല്ലേക്കോ സാധ്യമില്ല. അപ്പൊ ഇന്നത് മൈച്ചൊന്ന് ജീവിക്കട സുന്ദരമായ അള്ളാഹുടെ മേൽ ഭറവസ ഇന്ന് ജീവിക്കട ഒരു സന്തോലത്തോ ഒരു ജീവനമുണ്ടു. ആ ജീവന അത് വേറമേ അതാണ് അള്ളാഹുടെ അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹിൻ്റെ ഇഷ്ടപ്പെട്ടെങ്കത്തെ മഹാന്മാർ മഹദിമാർ അങ്ങൊരു പേടിയില്ല, ഒരു ടെൻഷനില്ല, എന്തിലെല്ലാം അള്ളാഹ് ഉർമത്തുള്ള ഗലാട്ട പിന്നെ ഉർമത്തുള്ള വേറൊന്നായ അകേതിലുമില്ല ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നങ്ങമ ഉടനെത്തൂല അസ്സാമിൽ ജണ്ടായർ അകപെയ്ത്തൂല ഗസത്തിൽ മാവിട്ടാറുള്ള ടെൻഷന് പിരാന്തോടെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടുള്ള അന്ത ബത്താലുൻ വനഹ്നു ബത്താലൂൻ. ഒരു പെണ്ണിങ്ങ ചൊന്ന സ്റ്റോറി കഴിഞ്ഞ ZGസിലെ ക്ലാസ്സിൽ ഞാൻ ഒരു സ്റ്റോറി ചൊന്നിട്ടിന്നെ പണ്ട് നിങ്ങൾക്ക് ഞാൻ ചൊന്നിട്ടിന്നിട്ട് കണ്ട ആ സ്റ്റോറി. അതിൽ ആ പെണ്ണിങ്ങളെ ബഹുമാനപ്പെട്ട ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വാഴ് ചൊന്നിട്ട് സമാക്കിട്ടാകുമ്പോൾ ആ പെണ്ണിങ്ങ സമായിട്ട് നെക്സ്റ്റ് ചൊല്ല പളക്കമാപ്പില്ലിട്ടിಗೆ നിങ്ങം പെద్దമാർ നങ്ങം പെద్దമാർ ഞങ്ങൾക്ക് ബുദ്ധിയില്ല, ബുദ്ധി ഞങ്ങൾ അങ്ങ മഹാന്മാരുണ്ട്. അപ്പം അത്ര കറക്റ്റായിട്ട് കിടവ ആ വാക്യ. അപ്പോൾ അതുകൊണ്ട് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊന്ന ഈ ഉപദേശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അളവടിച്ചിട്ട് പ്രാക്ടിക്കലാക്കിയിട്ട് ഞങ്ങൾ ജീവിച്ചിട്ട് അള്ളാഹുടെ മഹാന്മാരൊട്ടിಗೆ കുടുംബ സമേത സ്വർഗത്തിൽ ಸೇರುವ ഞങ്ങൾ ശ്രമിക്കണു. ഈ ചൊന്നെങ്കത്തെ ഈ ബൈത്തരെ ലാസ്റ്റേ ഒരു ഗ്യാരം കൂടി ബാക്കിയുണ്ടു. അത് അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പൽക്കവരിക. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാരാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.